എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്നേ ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ഹായ് ഷിബു ചേട്ടൻ. എല്ലാവർക്കും എണ്ണ. ഹായ് 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 ഷിബുചേട്ടാ, ഹായ് 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 ഹായ്. ഹായ്. നമുക്ക് പൊതുവെ ആൽക്കോളിസമിന്റെ ചരിത്രം അല്ലെങ്കിൽ ആൽക്കോളിസമിന്റെ പാരമ്പര്യം, ഇതൊക്കെ നമ്മുടെ അറിവുകളിലേക്ക് അല്ലെങ്കിൽ ആൽക്കോളിസമിന്റെ ജീവിതത്തിന്റെ വിദ്യാഭ്യാസം നേടുന്നത്, അങ്ങനെയുള്ള ചരിത്രത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു വിദ്യാഭ്യാസം നേടുന്നത് നമുക്ക് ആൽക്കോളിക്സ് അനോണിമസ് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ ശക്തി പകരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് ഇപ്പൊ പറയുന്നത് ബിഗ് ബുക്കിന്റെ ജനനമാണ്. അത് ഏപ്രിൽ മാസമാണ് 1939 ബുക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പൊ അതിനു മുമ്പ് പ്രസിദ്ധീകരണത്തിന് മുമ്പുണ്ടായ നമ്മൾക്കുണ്ടായ കുറെ ബുദ്ധിമുട്ടുകളും സ്ട്രഗിളുകളും, അല്ലെങ്കിൽ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ടുണ്ടായ തടസ്സങ്ങളും ഒക്കെ നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ഹാങ് പി എന്ന് പറയുന്ന നമ്മുടെ AI അംഗം ഇതിന്റെ ഒരു പ്രചരണത്തിനായി നമ്മളൊരു ക്ലബില്, അതിന്റെ പേര് ബുക്ക് ഓഫ് ദ മന്ത് ക്ലബ് എന്നാണ്. ആ മന്ത് ക്ലബിൽ പോയിട്ട് അവരോട് പറയുന്നുണ്ട്, ഇതിനെപ്പറ്റി നിങ്ങളൊരു ഇത് കൊടുക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്തുള്ള 3,60,60,000 അംഗങ്ങൾ അത് കാണാനിടയാകുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ കോപ്പി ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ സാറ്റർഡേ ഈവനിങ് പോസ്റ്റിൽ കൊടുക്കണമെന്ന് എഡ്മൻ ബ്രാൻഡിറ്റ് എന്ന് പറയുന്ന അതിന്റെ അസോസിയേറ്റ് എഡിറ്ററിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട്. ഇതെല്ലാം വായിച്ചതിന് ശേഷം നമ്മൾ അവസാനം പറഞ്ഞെടുത്ത സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് റിസീവ്ഡ് ഇൻ റെസ്പോൺസ് ടു ആൻ ആർട്ടിക്കിൾ പബ്ലിഷ് ലാസ്റ്റ് ഫെബ്രുവരി അണ്ടർ ദ ടൈറ്റിൽ ദ അൺഹാപ്പി ഡ്രിങ്കർ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിള് ഫെബ്രുവരി മാസം ഇവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്ത ഭാഗത്തേക്ക് പോകാം. എനിക്ക് ഇംഗ്ലീഷിൽ നിന്ന് എനിക്കറിയാവുന്ന മലയാളം എന്ന് വെച്ചാല് കൂടുതൽ ആപ്റ്റ് ആവുന്ന മലയാള വാക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ചില വാക്കുകൾക്കൊക്കെ അർത്ഥം ഞാൻ പറയുന്നത്. ഇപ്പം എന്റെ അറിവിന്റെ പരിമിതിക്ക് എന്നിട്ടാണ് പറയുന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ദിസ് ലാസ്റ്റ് വാസ് പ്യുവർ ഹാങ് പർക്കസ്. In his prospectus for the 100 Men Corporation written a few months earlier, he explicitly referred to this article, noting that the Post commented that more inquiries came to them from this than from any other article they had ever printed. അതായത് ഇതാണ് ഹാങ് പിയുടെ അവസാനത്തെ ശ്രമങ്ങൾ, ഒരു ശ്രമം. അതായത് ഈ 100 മാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന നമുക്ക് കോളേജിലൊക്കെ പ്രോസ്പെക്ടസ് കിട്ടുന്നത് പോലെ നമ്മുടെ ഈ ബുക്കിനെ കുറിച്ചും ബുക്കിന്റെ കണ്ടന്റിനെ കുറിച്ചും ഒക്കെ ഉള്ള വലിയൊരു പ്രോസ്പെക്ടസ് ആണ് അദ്ദേഹം പാക്ക് ചെയ്ത് അയച്ചുകൊണ്ടിരുന്നത് ഈ ബുക്കിന്റെ പ്രചരണത്തിന് വേണ്ടി. അതിനകത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവൻ പറയുന്നുണ്ട് ഈ ആർട്ടിക്കിളിനെ കുറിച്ച്. അതായത് ദി അൺഹാപ്പി ഡ്രിങ്കർ, അസന്തുഷ്ടി നിറഞ്ഞ കുടിയൻ എന്ന് പറയുന്ന ഈ സാറ്റർഡേ ഈവനിങ് പോസ്റ്റിൽ വന്ന ആർട്ടിക്കിൾ പറയുന്നത്. അത് എങ്ങനെയാണ് പറയുന്നതെന്ന് പറയാ. ദ പോസ്റ്റ് കമന്റഡ് ദാറ്റ് മോർ എൻക്വയറീസ് കെയിം ടു ദം ഫ്രം ദിസ് ദാൻ ഫ്രം എനി അതർ ആർട്ടിക്കിൾ ദേ ഹാഡ് എവർ പ്രിന്റഡ്. അതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ആർട്ടിക്കിൾ പ്രിന്റ് ചെയ്തതിനേക്കാളൊക്കെ ഉപരിയായ ഒരു അന്വേഷണങ്ങൾ, അതായത് ഇപ്പോഴും ദുരിതത്തിൽ തുടരുന്ന ആളുകൾക്ക് മോചനത്തിനായി എന്താണ് മാർഗം എന്ന് ചോദിച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ കൂടുതലായി വന്നു തുടങ്ങി. സ്ട്രോങ്സ് ക്ലോസിംഗ് ക്വസ്റ്റ്യൻസ് വാസ് നത്തിങ് മോർ ദാൻ അൺസബ്റ്റൈൽ റിമൈൻഡർ. അതായത് അവസാനം ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ചോദ്യം എന്തെന്നാൽ ഒരു സുവ്യക്തമായ ഒരു റിമൈൻഡർ ആണ്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തലാണ് ഓഫ് ജസ്റ്റ് ഹൗ പോപ്പുലർ ആർട്ടിക്കിൾ ഓൺ ദ ഡ്രിങ്ക് പ്രോബ്ലം ഹാഡ് പ്രൂവൺ ഫോർ ദ പോസ്റ്റ് ഇൻ ദ റീസെന്റ് പാസ്റ്റ്. അടുത്ത കാലത്തായി ഇറങ്ങിയ ഈ കുടിപ്രശ്നത്തെ പറ്റി പറയുന്ന ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ ലേഖനം എത്രമാത്രം പ്രശസ്തമായിരുന്നു എന്നുള്ളതാണ് സുവ്യക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മൾക്കിപ്പോൾ ഇവിടെ ഉണ്ടാകേണ്ടത്. ഈവൻ ദോ പാർക്കസ് വാസ് സ്റ്റിൽ കോൺഫിഡന്റ്, അതായത് ഇപ്പോഴും ഹാങ് പിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. റീഡേഴ്സ് ഡൈജസ്റ്റ് വുഡ് സൂൺ പബ്ലിഷ് ആൻ ആർട്ടിക്കിൾ ഓൺ ദ ബുക്ക്. റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായ മാഗസിൻ നമ്മുടെ ബുക്കിനെ കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കും. അത് അദ്ദേഹത്തിന് വളരെ തീർച്ച ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഈ സോ നോ റീസൺ വൈ ഹി ഷുഡിൻ ട്രൈ ടു parlay the popularity of this topic in the another article, the Saturday Evening Post. അപ്പോൾ ഇതിനോടൊപ്പം മറ്റൊരു കാരണം
കൂടി അവൻ നോ നോ റീസൺ, കാരണമില്ല ഇതിന്. ഇപ്പൊ ഇത് വന്നതുകൊണ്ട്, അതായത് റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു ലേഖനം വന്നതുകൊണ്ട് മറ്റൊരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനോട് തുല്യമായിട്ടൊരു പ്രചരണം കിട്ടുന്ന രീതിയിൽ ഒരു ലേഖനം കൂടി സാറ്റർഡേ ഈവനിങ് പോസ്റ്റിലേക്ക് പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ട്രൈ ചെയ്യുകയാണ്. ഹാങ് വാസ് സർട്ടൻ ദ ഡിസ്കവറി ഓഫ് എ ക്യൂർ ഫോർ ആൽക്കഹോളിസം. അതായത് ഹാങ്കിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, മദ്യാസക്തിക്ക് ഒരു ക്യൂർ അല്ലെങ്കിൽ സുഖപ്പെടൽ പദ്ധതി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. വാസ് എ സബ്ജക്ട് ദാറ്റ് പോപ്പുലർ മാഗസിൻസ് വുഡ് നാച്ചുറലി ജമ്പ് ഔട്ട്. അതുകൊണ്ട് തന്നെ ഈ പോപ്പുലർ ആയിട്ടുള്ള മാഗസിനിൽ തീർച്ചയായും അവർ നമ്മുടെ മേലേക്ക് ചാടി വീഴും, അതായത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. ഓഫ് കോഴ്സ് ദ പോസ്റ്റ് ഫേമസ്ലി ഡിഡ് publish an article on AA which generated a tremendous growth in the movement. അപ്പോൾ തീർച്ചയായും സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് വളരെ പ്രസിദ്ധമായ രീതിയിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും ആൽക്കഹോളിക്സ് അനോണമസിന് അത് നല്ല ഒരു പ്രചരണം ലഭിക്കുകയും ഒരു വളർച്ച ലഭിക്കുകയും കിട്ടും. കാരണം ധാരാളം അന്വേഷണങ്ങൾ വന്നു, ആൽക്കഹോളിക്സ് അനോണമസിൽ ധാരാളം അംഗങ്ങൾ വന്നു ചേരാൻ തുടങ്ങി. ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് അപ്പിയർ അൻറ്റിൽ March 1, 1941. പക്ഷെ ഈ സമയത്തൊന്നും അത് വന്നില്ല. ബുക്ക് ഇറങ്ങിയതിന് ശേഷം March 1, 1941 അങ്ങനെ ഒരു ലേഖനം വന്നത്. നമുക്കറിയാം സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, ജാക്ക് അലക്സാണ്ടർ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണമസിന് ഒരു പാംലെറ്റ് തന്നെയുണ്ട്, ഒരു ചെറിയ പാംലെറ്റ് തന്നെയുണ്ട്. അപ്പൊ 1941 March 1 ആ ആർട്ടിക്കിൾ വരുന്നത്. അപ്പൊ ഇവിടെയൊക്കെ അതിനു മുമ്പും വർഷങ്ങളായി ഹാങ്ക് അതിനകത്ത് ശ്രമിക്കുന്നുണ്ട്. ലെയ്നോഡ് സ്ട്രോങ് 1939 അപ്പീൽ അപ്പാരന്റ്ലി ഫെൽ ഓൺ ഡെഫ് ഇയേഴ്സ്. അതായത് 1939 ഈ പറയുന്ന ബുക്ക് ഓഫ് ദ മന്ത് ക്ലബില് ആൽക്കഹോളിക്സ് അനോണമസിന്റെ പുസ്തകം അതിന്റെ സജഷൻ കൊടുക്കണമെന്നോ ഒക്കെ ലിയോണാർഡ് സ്ട്രോങ് എന്ന് പറയുന്ന ബില്ലിന്റെ അളിയൻ ഡോക്ടറായിട്ടുള്ള ലിയോണാർഡ് സ്ട്രോങ്ങും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതെല്ലാം ചെന്ന് പതിച്ചത് ബധിരമായ ചെവികളിലാണ്. എന്ന് വെച്ചാൽ ഡെഫ് ഇയേഴ്സ് എന്ന് വെച്ചാൽ ബധിരമായ ചെവികളിൽ, അതായത് ആരും കേട്ടില്ല അല്ലെങ്കിൽ ആരും അത് പരിഗണിച്ചില്ല. സ്ട്രോങ് വാസ് നത്തിങ് ഇഫ് നോട്ട് പെർസിസ്റ്റന്റ്. വാസ് നത്തിങ് ഓഫ് നോട്ട് പെർസിസ്റ്റന്റ്, അതായത് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പറയുന്ന ലിയോണാർഡ് സ്ട്രോങ്ങിനെ അതൊന്നും തടസ്സം നിന്നില്ല. ഓൺ April 3, April 3 ഹി ഓൾസോ സെൻഡ് എ പ്രീ പബ്ലിക്കേഷൻ കോപ്പി ടു ഡോക്ടർ ഇ ഡ്യൂഫൽ. ഇ ഡ്യൂഫൽ എന്ന് പറയുന്ന ഡോക്ടർക്ക് അദ്ദേഹം ഈ പറയുന്ന നമ്മുടെ ബിഗ് ബുക്കിന്റെ ഒരു പ്രീ പബ്ലിക്കേഷൻ കോപ്പി കൊടുക്കുകയാണ്. ഒഫീഷ്യൽ അറ്റ് ദ അമേരിക്കൻ ഓസ്റ്റോപ്പതിക് അസോസിയേഷൻ, അതായത് ഓസ്റ്റിയോപ്പതിക് അസോസിയേഷൻ, അമേരിക്കൻ ഓസ്റ്റിയോപ്പതിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഇവരുടെ ഈ ഡോക്ടർമാരുടെ അസോസിയേഷൻ ആണ്. അപ്പൊ ഇദ്ദേഹം ഓസ്റ്റിയോപ്പതിക് ഡോക്ടറാണ്. ലിയോണാർഡ് ടു വിച്ച് ലിയോണാർഡ് ബിലോങ്. അവൻ അംഗമായിരിക്കുന്ന ആ ഒരു അസോസിയേഷനിൽ അവൻ ബന്ധപ്പെടുകയാണ്, അവർ അയച്ചു കൊടുക്കുകയാണ് ഈ പറയുന്ന ഡോക്ടർ ഇ ഡ്യൂഫലിന് ഒരു പ്രീ പബ്ലിക്കേഷൻ കോപ്പി ബുക്കിന്റെ. വൗച്ചിങ് ഫോർ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദ ഒതന്റിസിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ദെയറിൻ. അപ്പൊ അതിന്റെ അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുടെ ഒതന്റിസിറ്റി, ആധികാരികത വെളിവാക്കിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി അതിനകത്ത് ഒപ്പം വെക്കുന്നുണ്ട്. അതിന്റെ കാര്യത്തിൽ ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, ഫുട് നോട്ട്. ദ അൺഹാപ്പി ഡ്രിങ്കർ ആർട്ടിക്കിൾ ആക്ച്വലി അപ്പിയർഡ് ഇൻ ദ സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് ഓൺ January 15, 1938. 1938 January 15 ദ അൺഹാപ്പി ഡ്രിങ്കർ എന്ന് പറയുന്ന സാറ്റർഡേ ഈവനിങ് പോസ്റ്റിലെ ആർട്ടിക്കിൾ വന്നതെന്നാണ് ഈ ചരിത്രകാരൻ പറയുന്നത്. അപ്പോ ഒരു വർഷങ്ങൾക്ക് മുമ്പ്, ഇതിപ്പോ നമ്മൾ സംസാരിക്കുന്ന 1939 January, February സംഭവങ്ങളാണ്. അപ്പൊ അതിന് ഒരു വർഷം മുമ്പാണ് ആർട്ടിക്കിൾ വന്നത്. ഹിസ് ഹോപ്പ് വാസ് ദ ഡഫൽ. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് അങ്ങോട്ട് വരാം. അതാൾക്ക് ഡോക്ടർ ഇ ഡൊഫലിന് ഇയാള് ഈ പ്രീ പബ്ലിക്കേഷൻ കോപ്പി കൊടുത്തതിനെ പറ്റി പറയാം. His hope was that Duffel would find it as gripping as I have. അതായത് ഇതൊരു വഴി തെളിഞ്ഞു കിട്ടുക, അല്ലെങ്കിൽ ഗ്രിപ്പിംഗ് കിട്ടുക. ആൻഡ് ഓൾസോ തിങ്ക് ഇറ്റ് വാസ് അപ്രോപ്രിയേറ്റ് ഫോർ റിവ്യൂ ഇൻ ദ അസോസിയേഷൻ ജേർണൽ. അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസം എന്തായിരുന്നു, ലിയോണാർഡ് ഇത് അടിച്ചു കൊടുക്കുമ്പോൾ, ലിയോണാർഡ് ഇത് അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഡഫല് തീർച്ചയായും ഇതിനകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ അസോസിയേഷന്റെ ജേർണലിൽ പ്രസിദ്ധീകരിക്കും, അല്ലെങ്കിൽ ഒരു നിരൂപണമെങ്കിലും എഴുതുമെന്നാണ്. ലിറോയ് ചിപ്മാൻ ഓൾസോ ആക്റ്റീവ്ലി പ്രൊമോട്ടഡ് ദ ബുക്ക്. അതുപോലെ തന്നെ നമുക്കറിയാം ലിറോയ് ചിപ്മാൻ ആരാണത്,
റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന്റെ അംഗമാണ്, നമ്മുടെ ട്രസ്റ്റിയാണ്, ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ ട്രസ്റ്റിയാണ്. അപ്പൊ ഇദ്ദേഹമാണ് ഇപ്പൊ ഈ ബുക്കിനെയും പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. മോസ്റ്റ് പർട്ടിക്കുലർ ടു ഹാരി എമേഴ്സൺ ഫോസ്റ്റിക്. അതുപോലെ തന്നെ ഹാരി എമേഴ്സൺ ഫോസ്റ്റിക്, ദ ഫേമസ് പാസ്റ്റർ ഓഫ് റോക്ക്ഫെല്ലർ റിവർ സൈഡ് ചർച്ച്. അതായത് റോക്ക്ഫെല്ലർ കൂടി അംഗമായ റിവർ സൈഡ് ചർച്ചിന്റെ പാസ്റ്റർ ആയിരുന്ന ഹാരി എമേഴ്സൺ ഫോസ്ഡിക് ഫോസ്ഡിക് ഹാരി എമേഴ്സൺ ഫോസ്ഡിക്കിനോടും ഈ ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് ചില കാര്യങ്ങൾ എഴുതാനായി ആവശ്യപ്പെടുന്നുണ്ട്. ഇൻ ലേറ്റ് സെപ്റ്റംബറിന്റെ അവസാനം Bill had told Dr. Baba that Chipman was planning to enlist Fosdick's support, and his hope was that the minister would become so enthusiastic about their new method of recovery. അതായത് ബില്ല് ഡോക്ടർ ബോബിനോട് പറയുന്നുണ്ട്, ചിപ്മാനും ഒരു പ്ലാൻ എന്താണ്, ഈ പോസ്റ്റിക്കിനെ കൊണ്ട് ഒരു സപ്പോർട്ട് മേടിക്കുക. അതായത് അയാൾക്കും വലിയ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അയാൾക്കും വലിയ പ്രതീക്ഷയുണ്ട്, വളരെയധികം ഇന്തൂസിയാസം ഉണ്ട്, വളരെ ജിജ്ഞാസാപൂർവമുള്ള പ്രതീക്ഷയാണ്. അത് ഈ പുതിയ പദ്ധതി, ന്യൂ മെത്തേഡ് ഓഫ് റിക്കവറി, അതായത് പുതിയ ഈ സുഖപ്പെടൽ പദ്ധതി, ദാറ്റ് ഹി വുഡ് ട്രൈ ടു കൺവിൻസ് ജോൺ ടി റോക്ക്ഫെല്ലർ ജൂനിയർ ടു ഡൊണേറ്റ് മോർ മണി ടു ദി കോസ്. അത് എന്താണ് ഗുണം, അതായത് ജോൺ ടി റോക്ക്ഫെല്ലറിന്റെ പാസ്റ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെയും കൂടി കുറച്ച് കൺവീനിയൻസ് ചെയ്ത് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കൂടുതൽ പണം ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഉള്ള കാരണമാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് ഒരു കാര്യം കൂടി, എന്താണ് ഇവരെല്ലാം കൂടി ഈ മദ്യാസക്തിക്ക് വേണ്ടിയുള്ള ഈ ഒരു പ്രവർത്തനത്തിന് ഇത്രമാത്രം ജിജ്ഞാസ കാണിച്ചതെന്ന് വെച്ചാൽ, അവർ വർഷങ്ങളായി മദ്യാസക്തി ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയവരാണ്. പ്രത്യേകിച്ച് പ്രൊബേഷൻ സമയത്ത് അമേരിക്കയിലെ 1920കളിലെ മദ്യനിരോധനത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് കൊടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള നിയമം പാസ്സാക്കാനായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പങ്കാളികളാവുകയും പിന്നീട് മദ്യത്തിന്റെ എതിരായിട്ടുള്ള പല പുസ്തകങ്ങളും, ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പുസ്തകമൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ആൽക്കഹോളില് മദ്യത്തിനെ കുറിച്ച് മദ്യാസക്തിയിലേക്ക് വീഴിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ ആ പുസ്തകം എഴുതിയതിന് ശേഷമാണ് നമ്മൾ എക്കാർ അവരെ സമീപിക്കുന്നത്. അപ്പൊ ഓൾറെഡി അവർ നോളജബിൾ ആണ്, അറിവുള്ളവരാണ് ഈ കാര്യത്തെ കുറിച്ച്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഫോസ്ഡിക്കിനെ കുറിച്ച് എമേഴ്സൺ ഫോസ്ഡിക്ക് കൂടി നമ്മളെ സഹായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന് ബില്ല് വിചാരിക്കാനുള്ള മറ്റൊരു കാരണം. ഓൺ മാർച്ച് 9 ഫോസ്ഡിക് റിപ്പോർട്ട് ടു ചിപ്മാൻ, അതായത് മാർച്ച് 9 പാസ്റ്ററായ ഫോസ്ഡിക് ചിപ്മാനോട് റിപ്പോർട്ട് ചെയ്തു ദാറ്റ് ഹി ഹാഡ് റീഡ് ദ മൾട്ടിലിത്ത് കോപ്പി, അതായത് ഈ പറയുന്ന നമ്മുടെ പുസ്തകത്തിന്റെ കോപ്പി അദ്ദേഹം വായിച്ചു. വിത്ത് കീൻ ഇൻട്രസ്റ്റ്, വളരെയധികം ശ്രദ്ധയോടെ വായിച്ചു. ഇറ്റ് സർട്ടൻലി ഈസ് എ സ്റ്റിയറിംഗ് ഡോക്യുമെന്റ്, വളരെ പ്രചോദനപ്രദമായ ഒരു രേഖയാണിത്. ഹി സെഡ് ആൻഡ് നോട്ടഡ്, അവൻ പറയുകയും എഴുതുകയും ചെയ്തു. ഐ ഷുഡ് തിങ്ക്, ഞാൻ തീർച്ചയായും ചിന്തിക്കുന്നത് ദാറ്റ് ഇറ്റ്സ് പ്രിന്റിംഗ് ആൻഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ വുഡ് ബി എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഗുഡ്. അതായത് ഇതിന്റെ പ്രസിദ്ധീകരണത്തിനായും വലിയ തോതിലുള്ള സംഭാവന നമ്മൾ കൊടുക്കുന്നത് വലിയ പ്രയോജനം ചെയ്യും. ഹി വാസ് enthusiastic, വളരെ ജിജ്ഞാസവാനായി. ഇനഫ് അബൌട്ട് വാട്ട് ഹി ഹാഡ് റീഡ്, ഇത്രയും വായിച്ചതിൽ അവൻ വളരെയധികം ജിജ്ഞാസവാനായി. ടു ആസ്ക് ഇഫ് ഹി ഷുഡ് റിട്ടേൺ ദിസ് കോപ്പി ഓർ ഇഫ് ഹി ഹാസ്, അല്ലെങ്കിൽ ഇത് അവൻ പിന്നീട് ചോദിക്കുകയാണ്, ഈ കോപ്പി ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരണോ, അല്ലെങ്കിൽ വാസ് അറ്റ് ലിബർട്ടി ടു പുട്ട് ഇറ്റ് ഇൻ ടു ദി ഹാൻഡ്സ് ഓഫ് എ ഫാമിലി വേർ ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ഓഫ് യൂസ്, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു ഈ പുസ്തകത്തിനെ കുറിച്ച് ഉപകാരമുള്ള ഒരു കുടുംബത്തിന് ഞാനിത് കൊടുത്തോട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹവർ ദ റവറൻഡ് ഫോസ്ഡിക് enthusiasm did not result in the much hoped for appeal to റോക്ക്ഫെല്ലർ. അതായത് പക്ഷേ ഇത്തരം താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ പ്രതീക്ഷകളൊന്നും റോക്ക്ഫെല്ലറിന്റെ മുമ്പിൽ പോയി അപ്പീൽ ചെയ്യുന്നിടത്തോളം വളർന്നില്ല. ഇഫ് ഹി ഡിഡ് മേക്ക് സച്ച് ആൻ അപ്പീൽ ഹിസ് എഫേർട്സ് വെയർ അൺസക്സസ്ഫുൾ. ഇനിയിപ്പോ എങ്ങാനും അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, അങ്ങനെ ഒരു അപേക്ഷ റോക്ക്ഫെല്ലറിന്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആ എഫേർട്ടുകൾ അല്ലെങ്കിൽ ആ പ്രയത്നങ്ങൾക്ക് വിജയകരമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അടുത്തത്, കോപ്പി സെന്റ് ടു പ്രൊഫഷണൽ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആൻഡ് എ മെമ്പേഴ്സിനും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ബുക്ക് പ്രസിദ്ധീകരണത്തിനായി സ്റ്റോക്ക് മേടിച്ചിരിക്കുന്ന ആളുകൾക്കും പ്രൊഫഷണൽസും ഇതിന്റെ ഒരു തൊഴിൽപരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഓരോ കോപ്പികൾ അയച്ചു കൊടുക്കുകയാണ്.
നമുക്കത് നോക്കാം എന്താണെന്ന്. വിൽസൺ ലേറ്റർ നോട്ടഡ്, പിന്നീട് വിൽസൺ പറഞ്ഞ ദാറ്റ് മൾട്ടി കോപ്പീസ് വെയർ ഓൾസോ സെൻഡ് ടു എ വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഫഷണൽസ്. വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഇവര് ഒരുപാട് കോപ്പികൾ അയച്ചു. എ ഗ്രൂപ്പ് ദാറ്റ് ഇൻക്ലൂഡഡ് ഡോക്ടേഴ്സ്. ആ ഗ്രൂപ്പ് ആരൊക്കെയായിരുന്നു? ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, സൈക്കാട്രിസ്റ്റ് മനഃശാസ്ത്രന്മാരുണ്ടായിരുന്നു, ജഡ്ജിമാരുണ്ടായിരുന്നു, മെമ്പേഴ്സ് ഓഫ് ദ ക്ലർജി, അതായത് പുരോഹിതന്മാരുടെ പുരോഹിത അംഗങ്ങളും ഉണ്ടായിരുന്നു. ദ മെയിൻ പർപ്പസ്, എന്താണ് പ്രധാന ഉദ്ദേശം? ഹി സെഡ്, അവൻ പറഞ്ഞു, വാസ് ടു എൻഷുർ ദ ബുക്ക് ഡിഡിൻ കണ്ടെയ്ൻ എനി മെഡിക്കൽ എറേഴ്സ്. അതായത് എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ ഇങ്ങനെ അയച്ചതിന്റെ ഒരു കാരണം, ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രപരമായ എന്തെങ്കിലും തെറ്റുകൾ ഈ ബുക്കിൽ കടന്നുകൂടിയിട്ടുണ്ടോ? ദാറ്റ് വുഡ് മേക്ക് ദം ലുക്ക് ഫുളിഷ്. അത് അങ്ങനെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഈ ബുക്കിനെ ഒരു മണ്ടത്തരമായിട്ട് ആളുകൾ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ടു ഡിസ്കവർ ഇഫ് ദർ വാസ് എനിത്തിങ് ഇൻ ദ ടെസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അത് കണ്ടുപിടിച്ച് വായിക്കുമ്പോൾ അവരത് കണ്ടുപിടിച്ച് നമ്മളോട് പറയും, ദാറ്റ് മൈറ്റ് ഒഫൻഡ് അവർ ഫ്രണ്ട്സ് ഇൻ റിലീജിയൻ. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള ആ തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ റിലീജിയനെതിരായിട്ട് എന്തെങ്കിലും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത് അയച്ചു കൊടുത്തത്. ഓഫ് കോഴ്സ്, തീർച്ചയായും. ഈ സെക്കൻഡറി പർപ്പസ്, രണ്ടാമത്തെ ഉദ്ദേശം എന്തായിരുന്നു? വാസ് ദ ഹോപ്പ് ദാറ്റ് വൺസ് ദിസ് പീപ്പിൾ റീഡ് ദ ബുക്ക്. അതായത് ഈ മനുഷ്യന്മാരെ ഈ ബുക്ക് വായിക്കുമോ, ദേ വുഡ് ദെൻ ജനറേറ്റ് സം പ്രീ പബ്ലിക്കേഷൻസ് ബസ് about it within their own professional communities. അതായത് അങ്ങനെ ഇത് വായിച്ചു കഴിയുമ്പോൾ ഒരു പ്രീ പബ്ലിക്കേഷൻ ബുക്കിന് മുമ്പ് സമയത്ത് ഇവരൊരു പ്രേരണ കൊടുക്കും അവരുടെ കമ്മ്യൂണിറ്റിയിൽ. ഡോക്ടർമാരുടെ കമ്മ്യൂണിറ്റിയില് പുരോഹിതരുടെ കമ്മ്യൂണിറ്റിയിൽ ജഡ്ജസിന്റെ കമ്മ്യൂണിറ്റിയിൽ ഈ പുസ്തകം വാങ്ങണമെന്നുള്ള ഒരു പ്രചോദനം കൊടുക്കുമെന്നുള്ള രണ്ടാമത്തെ ഉദ്ദേശം. അപ്പൊ ഒന്ന്, ഇതിനകത്ത് തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ള ഉദ്ദേശം. രണ്ട്, ഇതിനെ പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശവും ബിൽ ഡബ്ല്യുവിനുണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ക്ലിയർ, ഇത് തീർച്ചയായും വ്യക്തമല്ല, എക്സാക്ട്ലി ഹൗ ദ ഡിസ്ട്രിബ്യൂഷൻ, എത്രമാത്രം വിതരണമാണ് നടത്തിയത്, ടു മെഡിക്കൽ, അതായത് വൈദ്യശാസ്ത്രപരമായിട്ടുള്ള, ലീഗൽ അല്ലെങ്കിൽ നിയമപരമായ, ആൻഡ് റിലീജിയസ് മതപരമായ ലീഡേഴ്സ് വാസ് ക്യാരിഡ് ഔട്ട്. എത്രമാത്രം പുസ്തകമാണ് കൃത്യമായി അവർക്കെല്ലാം കൊടുത്തു എന്നുള്ളതിന്റെ ഒരു നേർചിത്രം നമുക്ക് വ്യക്തമല്ല. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് സം, പെർഹാപ്സ് മോസ്റ്റ്, അതായത് it's likely the some copies were delivered in person with a verbal explanation of the purpose of this review copy. അതായത് ഇതിനകത്ത് മിക്ക ആളുകളും എന്താണ് ചെയ്തത്? വാക്കാലുള്ള ചില വിശദീകരണമാണ് ഈ പറയുന്ന പർപ്പസ് ഓഫ് ദ റിവ്യൂസ് കോപ്പി, ഈ പറയുന്ന നിരൂപണം, ഈ പുസ്തകം വായിച്ചിട്ടുള്ള നിരൂപണം വാക്കുകളിലാണ് നൽകിയത്. ഈ ഫാദർ കോപ്പീസ് വെയർ മെയിൽഡ് ഔട്ട് ടു ദിസ് പ്രൊഫഷണൽസ്. അങ്ങനെ പലർക്കും തപാൽ വഴി ഈ പറയുന്ന ആളുകൾക്ക് അയച്ചു കൊടുത്തു. വാട്ട് എവർ സ്റ്റാൻഡേർഡ് ലെറ്റർ സെൻഡ്, അതായത് ഒരു നല്ല ഒരു സ്റ്റാൻഡേർഡ് ലെറ്ററും അതിനൊപ്പം വിത്ത് ദി എൻക്ലോസ്ഡ് മാനുസ്ക്രിപ്റ്റ്. അപ്പം ഒരു സ്റ്റാൻഡേർഡ് ലെറ്ററും കൂടി അതിനകത്തൊപ്പം വെച്ചിട്ടുണ്ട് ഈ മാനുസ്ക്രിപ്റ്റിന്റെ കൂട്ടത്തിൽ. ഹാസ് നോട്ട് ബീൻ പ്രിസർവ്ഡ് ഇൻ എനി ഓഫ് ദ എ ആർക്കീവ്സ്. പക്ഷെ ഈ ലെറ്ററുകളൊന്നും, അല്ലെങ്കിൽ ഇങ്ങനെ അയച്ച ലെറ്ററുകളുടെ ഒന്നും ഒറിജിനൽ നമുക്ക് എയുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള എ ആർക്കീവ്സ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് വിളിക്കപ്പെടുന്ന ആർക്കീവ്സിൽ ലഭ്യമല്ല എന്നാണ് പറയാം. കോപ്പീസ് വെയർ ഓൾസോ സെൻഡ് ടു എവരി വൺ, എല്ലാവർക്കും കോപ്പികൾ അയച്ചു. ഹൂ ഹാഡ് ബോട്ട് സ്റ്റോക്ക് ഇൻ വർക്ക്സ് പബ്ലിഷിംഗ്, അതായത് വർക്ക്സ് പബ്ലിഷിംഗ് കമ്പനി എന്ന് പറയുന്ന നമ്മുടെ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനായി നമ്മൾ രൂപീകരിച്ച കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനും ഒരു കോപ്പി അയച്ചു. ടു റീ അഷ്വർ, വീണ്ടും അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ദാറ്റ് ദ ബുക്ക് പ്രൊജക്ട് വാസ് സ്റ്റിൽ ഫാമിലി ഓൺ ട്രാക്ക്. അതായത് ബുക്കിന്റെ പ്രൊജക്ട് ഇപ്പോഴും ശരിയായ വഴിയിലൂടെ, ട്രാക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ദ പബ്ലിക്കേഷൻ ഡേറ്റ് വാസ് ഫാസ്റ്റ് അപ്രോച്ചിങ്. അതായത് ബുക്കിന്റെ പ്രസിദ്ധീകരണ ദിവസം ഏകദേശം അടുക്കാറായി. വളരെ വേഗത്തിൽ, ഉടനെ തന്നെ, അടുത്ത കാലത്ത് തന്നെ പ്രസിദ്ധീകരിക്കും. ഫാസ്റ്റ് അപ്രോച്ചിങ്, പെട്ടെന്ന് തന്നെ അപ്രോച്ച് ചെയ്യുകയാണ് അല്ലെങ്കിൽ വരികയാണ്. ഇൻ അഡിക്ഷൻ, അത് കൂടാതെ കോപ്പീസ് വെൻ ടു സെവറൽ പ്രോസ്പെക്ടസ് ഇൻ ദ ഹോപ്സ് ദാറ്റ് ദിസ് വുഡ് എൻകറേജ് ദം ടു ഇൻവെസ്റ്റ്. അതായത് മറ്റൊരു ഉദ്ദേശം എന്തായിരുന്നു? ഈ കോപ്പികൾ അവർക്ക് കൊടുത്തത് നമുക്കറിയാം, $5 5 മാസത്തെ അങ്ങനെ $25 ഷെയർ വരെ വിറ്റിട്ടുണ്ട്. കാരണം ആരും വാങ്ങാണ്ടായപ്പോ 5 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്തവരുണ്ട്. ഇപ്പൊ ഇവരെല്ലാവരും ആ ഷെയറിന്റെ പൈസ തരണം, അതിനു വേണ്ടി കൂടിയാണ് ഈ പണം അല്ലെങ്കിൽ ഈ ബുക്ക് മാനുസ്ക്രിപ്റ്റ് അവർക്ക് വായിച്ചു കൊടുത്തത്. വെൻ ടു ദി ഹോപ്സ് ദാറ്റ് ദിസ് വുഡ് എൻകറേജ് ദം ടു ഇൻവെസ്റ്റ്. അതായത് അതൊരു വീണ്ടും ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരൊന്ന് എൻകറേജ് ചെയ്യിക്കുകയും കൂടി ചെയ്യും.
ഫൈനലി അവസാനമായി ഓൾ ഓഫ് ദ എ എ മെമ്പേഴ്സ് എല്ലാ എ എ മെമ്പേഴ്സിനും റിസീവ്ഡ് മൾട്ടിലിത്ത് കോപ്പി. ഈ കോപ്പി അന്നത്തെ കാലത്തെ ആൽക്കോളിസം മെമ്പേഴ്സിലെ എല്ലാ അംഗങ്ങൾക്കും ഓരോ കോപ്പികൾ കൊടുത്തു. ബട്ട് ഹിയർ ദ പർപ്പസ് വാസ്, ഇവിടത്തെ ഉദ്ദേശം എന്തായിരുന്നു? വാസ് പ്രൈമർലി ടു സോളിസിറ്റ് കമന്റ്സ്, അതായത് അവരുടെ ഒരു അഭിപ്രായങ്ങൾ ശേഖരിക്കുക, ആൻഡ് ക്രിറ്റിക് നിരൂപണം അല്ലെങ്കിൽ വിമർശനം അബൌട്ട് ദ കണ്ടന്റ് ഓഫ് ദ ബുക്ക്, ബുക്കിന്റെ കണ്ടന്റിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. ഇൻ ന്യൂയോർക്കിലാകട്ടെ മെനി ഓഫ് ദിസ് കോപ്പീസ് വുഡ് ഹാവ് ബീൻ ഹാൻഡ് ഡെലിവേർഡ്, ധാരാളം ആളുകൾക്ക് അംഗങ്ങൾക്ക് കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത്. ബട്ട് സം വെർ മെയിൽഡ് ടു ദി മോർ റിമോട്ട് മെമ്പേഴ്സ്, ഇവിടെയുള്ള ചില റിമോട്ടിൽ അല്ലെങ്കിൽ വളരെ ദൂരെ താമസിക്കുന്ന മെമ്പേഴ്സിന് തപാലിലൂടെയും അയച്ചു കൊടുത്തു. ഫോർ ഇൻസ്റ്റൻസ് ബിൽ റൂഡൽ ഹൂ ലിവ്ഡ് ഇൻ ഹങ്സ്റ്റൺ, അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാനുള്ളത് ബിൽ റൂഡലിനാണ്. അവൻ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഹാക്സ്റ്റൺ ടൗൺ, ന്യൂജേഴ്സി, അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അയാൾക്ക് മെയിൽ ചെയ്ത് കൊടുത്തു. മോർ ദാൻ 50 മൈൽസ് ഫ്രം ന്യൂയോർക്ക് സിറ്റി, അതായത് ഏകദേശം 50 മൈലുകൾക്ക് അകലെയാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. റിസീവ്ഡ് ഹിസ് കോപ്പി ബൈ മെയിൽ, അദ്ദേഹമാകട്ടെ മൾട്ടിലിത്ത് കോപ്പി സ്വീകരിച്ചത് തപാലിലാണ്. മേക്കിംഗ് ഇറ്റ് പ്രോബബിൾ ദാറ്റ് അതർ സിമിലാർലി ഡിസ്റ്റന്റ് മെമ്പേഴ്സ് ഓൾസോ റിസീവ്ഡ് ദെയർ മൾട്ടിലിത്സ് വൈ ദ US പോസ്റ്റൽ സർവീസ്. അതങ്ങനെ മറ്റ് അകലങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്ന അംഗങ്ങൾക്ക് അവരുടെ അമേരിക്കയിലെ പോസ്റ്റൽ സർവീസ് വഴി മൾട്ടിലിത്ത് കോപ്പികൾ ലഭിച്ചു. ആസ് വിൽസൺ ഹാഡ് നോട്ടഡ് ഇൻ ഹിസ് November 26 ലെറ്റർ, നവംബർ 26 ബിൽ വിൽസന്റെ ലെറ്ററിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ ടു ബോബ് സ്മിത്തിന് അയച്ച ലെറ്ററിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു മേക്ക് ആഫ്റ്റർ ഓൺ എഡിറ്റിംഗ് ഫോട്ടോലിത്തിക് കോപ്പീസ് ഓഫ് ദ വോൾ വർക്ക്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള അടുത്ത പടി എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യണം. പിന്നെ ഇതിന്റെ ഫോട്ടോലിത്തിക് കോപ്പീസ്, നമ്മുടെ എല്ലാ ജോലിയുടെയും ഒരു ഫോട്ടോലിത്തിക് കോപ്പീസ്, അത് ഈ മൾട്ടിലിത്ത് കോപ്പി എന്ന് പറയുന്ന മറ്റൊരു പേരാണ്, അത് നമുക്ക് എടുക്കണം. ദർ വിൽ ബി പ്ലെന്റി ഓഫ് കോപ്പീസ് ഫോർ എവരി വൺ, അവിടെ ധാരാളം കോപ്പികളുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കാനുള്ളത്. ആൻഡ് ദെൻ ദർ വിൽ ബി നോ എക്സ്ക്യൂസ് ഫോർ പീപ്പിൾ, അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു ന്യായീകരണം പറയാനുണ്ടാവില്ല. നോട്ട് സെയിങ്, അവരിങ്ങനെ പറയാൻ പറ്റൂ ദാറ്റ് ദേ തിങ്ക്, അല്ലെങ്കിൽ അവര് വാട്ട് ദേ തിങ്ക്, അവരെങ്ങനെ ചിന്തിക്കുന്നത് പോലെ വർത്താനം പറയാൻ പറ്റൂല, അല്ലെങ്കിൽ ന്യായീകരണം ഇല്ല. ഓർ ആസ് ദ വെഡിങ് സെറമണി സേസ് ഫോർ അവർ ഹോൾഡ് ദ പീസ്, അല്ലെങ്കിൽ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പറയുന്നുണ്ട് ഇവരെ സമാധാനത്തിൽ നിലനിർത്തും എന്നൊക്കെ പറയുന്നത് പോലെ ഈ പുസ്തകത്തിന്റെ കോപ്പി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്ക് കൂടുതലായിട്ട് ഒരു ന്യായീകരണങ്ങളും പറയാനുണ്ടാവില്ല. ഫീഡ്ബാക്ക് ഫ്രം അക്രോൺ, അതായത് അക്രോണിലെ ഫീഡ്ബാക്ക് നമ്മൾ വായിച്ചാണ്. ഹാഡ് ബീൻ സ്ലിം ടു നൺ ഓഫ് ദ ഫാസ്റ്റ്, അപ്പൊ ഒന്നുമില്ല, അവരുടെ പ്രതികരണം ഇതുപോലെ തന്നെ സ്ലിം ആണ്, വളരെ മെലിഞ്ഞിട്ടുള്ള ചെറിയ തോതിലാണ്. ആൻഡ് ദിസ് വാസ് ഗോയിങ് ടു ബി ദെയർ ലാസ്റ്റ് ചാൻസ് ടു ഹാവ് എനി സേ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ഇദ്ദേഹം ബുക്കുകൾ ചാപ്റ്ററുകളുടെ കോപ്പികൾ കൊടുത്തിട്ട് അവിടെ നിന്ന് ക്രിട്ടിക് ചെയ്യാൻ പറയുന്നുണ്ട്, വിമർശിക്കാൻ പറയുന്നുണ്ട്, നിരൂപണം എഴുതാൻ പറയുന്നുണ്ട്. പക്ഷെ അവരൊന്നും അധികമായിട്ടൊന്നും ചെയ്തില്ല. വളരെ ചെറിയ തോതിലുള്ള ചില കാര്യങ്ങൾക്ക് മാത്രമേ ബിൽ ഡബ്ല്യൂയിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് പറയാണ് ഇത് അവരുടെ ലാസ്റ്റ് ചാൻസ് ആണ് ടു ഹാവ് എനി സേ, എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അബൌട്ട് വാട്ട് വെന്റ് ഇൻ ടു ദി ബുക്ക്, എക്സ്പ്ലെയിനിങ് ദർ പ്രോഗ്രാം ഓഫ് റിക്കവറി, അതായത് മോചനത്തിന്റെ ഈ പ്രോഗ്രാം വിവരിക്കുന്ന ഈ ബുക്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ള ലാസ്റ്റ് ചാൻസ് ആണെന്ന് നവംബറിലെ ലെറ്ററിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. ഇഫ് നത്തിങ് എൽസ് ബിൽ എക്സ്പെക്ടഡ് പീപ്പിൾ ടു ടേക്ക് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ ഫൈനൽ എഡിറ്റ്സ് മേഡ് സോ ടു ദെയർ ഓൺ സ്റ്റോറീസ്. ഇനി ഇങ്ങനെയൊന്നും ഇതൊന്നും വിശദീകരിച്ച് പറയാനോ അല്ലെങ്കിൽ എഴുതാനോ പറ്റൂലെങ്കിൽ നിങ്ങളുടെ കഥകൾ എഴുതി ഓൺ സ്റ്റോറീസ് എങ്കിലും എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരണം. ടെല്ലിംഗ് ഫ്രാങ്ക് ആമോസ് ഇൻ ലേറ്റ് ഫെബ്രുവരി ദാറ്റ് ട്രിപ്പ് ടു അക്രോൺ, അതായത് ഫ്രാങ്ക് ആമോസ് നടത്തിയ അക്രോൺ ട്രിപ്പിലെ ഫെബ്രുവരിയിലെ അക്രോൺ ട്രിപ്പിൽ വാസ് നെസസറി സോ ഹി കുഡ് ഹാവ് എ ഫൈനൽ ഡിസ്കഷൻ വിത്ത് ദ മെൻ ദർ ഓൺ ദർ പേഴ്സണൽ സ്റ്റോറീസ് വിച്ച് ആർ ടു അപ്പിയർ ഇൻ ദ ബുക്ക്. അതായത് ഈ പറയുന്ന ഫൈനൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അംഗങ്ങള് അവരുടെ വ്യക്തിപരമായ കഥകള് നമ്മുടെ ബുക്കിൽ പ്രസിദ്ധീകരിക്കാൻ പാകത്തിന്, അപ്പിയർ ചെയ്യാൻ പാകത്തിന്, കാണാൻ പാകത്തിന് അയക്കാൻ പോവാണെന്ന് ഫ്രാങ്ക് ആമോസിന്റെ അക്രോൺ ട്രിപ്പ് എന്ന് പറയുന്ന ഫയലിൽ പറയുന്നുണ്ട്. ബിൽ ഗോസ് ടു അക്രോൺ ഫോർ ഫീഡ്ബാക്ക് ഓൺ ദ ബുക്ക്. അപ്പൊ ബില്ല് അക്രോണിലേക്ക് പുറപ്പെടുകയാണ് ഈ പറയുന്ന ബുക്കിന്റെ ഫീഡ്ബാക്കിനായി. ദർ ഇസ് നോ റെക്കോർഡ് ഓഫ് വെദർ കോപ്പീസ് വെയർ മെയിൽഡ് ടു ഒഹയോ, അതായത് മൾട്ടിലിത്ത് കോപ്പിയും
ഒഹായോയിലേക്ക് അയച്ചിരുന്നതിനെ കുറിച്ചുള്ള റെക്കോർഡുകൾ നമുക്ക് ലഭ്യമല്ല. ഇൻഡിവിജ്വലി ഓർ ഇൻ ബൾക്കായിട്ടോ, അതിൽ ഒരു ഗെട്ട് മൾട്ടിലിത്ത് കോപ്പിയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ആർക്കെങ്കിലും കൊടുത്തതായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും കൊടുത്തതായിട്ടോ നമുക്ക് തെളിവുകളില്ല. ഓർ ഇഫ് ദേ വേർ പേഴ്സണലി ഡെലിവേർഡ് ബൈ ബിൽ വിൽസൺ വെൻ ഹി ഫൈനലി മേഡ് ഹിസ് വിസിറ്റ് ടു അക്രോൺ ഓൺ March 1. ഏതായാലും മാർച്ച് മാസം അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് 700 കിലോമീറ്റർ അകലെയുള്ള ഒഹായോയിലേക്ക് എത്തി. അവരുടെ ആർക്കെങ്കിലും വ്യക്തിപരമായി ഇത് കൊടുത്തു എന്നും നമുക്കറിയില്ല. ബിൽ ഹാഡ് ഒറിജിനലി പ്ലാനഡ് to make this all important final review visit to Ohio in mid ഡിസംബറിലെ മധ്യഭാഗത്ത് വെച്ച് തന്നെ അദ്ദേഹം ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്ത് ഡിസംബറിന്റെ മധ്യഭാഗത്ത് അദ്ദേഹം അവിടെ പോയിട്ട് ഇവരുടെ ഈ അവസാനത്തെ ഒരു നിരൂപണം, ഫൈനൽ റിവ്യൂ എടുത്തുകൊണ്ട് വരാമെന്നാണ്. ബട്ട് ദ റൈറ്റിംഗ് ഓഫ് ദ 12 steps, 12 പടികളുടെ എഴുത്തും ആൻഡ് ദ 2 ഡിപ്പെൻഡന്റ് ചാപ്റ്റേഴ്സ്, 2 അധ്യായങ്ങളിൽ ആശ്രയിച്ചിരുന്നതുകൊണ്ടും along with the subsequent editing process had forced him to reschedule the trip repeatedly. അപ്പോൾ ഇങ്ങനെ പോകാനുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പലപ്പോഴുമായി 2-3 കാര്യങ്ങൾ, അതായത് ഒന്ന്, ഈ 2 ചാപ്റ്ററുകൾ അദ്ദേഹത്തിന് എഴുതി തീർക്കേണ്ടതുണ്ട്. പിന്നീട് 12 പടികൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഡിസംബറിൽ. അങ്ങനെ റിപ്പീറ്റഡ്ലി ആയി, അതായത് തുടർച്ചയായി റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നു. എങ്ങോട്ടേക്കുള്ള യാത്ര? അക്രോണിലേക്കുള്ള യാത്ര. വിത്ത് ദ മൾട്ടിലിത്ത് കോപ്പീസ് നൗ പ്രിന്റഡ്. ഇപ്പോൾ മൾട്ടിലിത്ത് കോപ്പി പ്രിന്റിംഗിലായി, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നു. വിൽസൺ ഹെഡഡ് ഔട്ട് ടു അക്രോൺ ടു ഗാദർ വാട്ടെവർ critics and criticism he could elicit from the Ohio members. അതായാലും അദ്ദേഹം അക്രോണിലേക്ക് പുറപ്പെടുകയാണ്. അവിടുത്തെ നിരൂപണങ്ങൾക്കും അവിടുത്തെ വിമർശനങ്ങൾക്കും കാതു കൊടുക്കാനായിട്ട്, ഒഹായോ മെമ്പേഴ്സിന്റെ അത് ചെവി കൊടുക്കാനായി അങ്ങോട്ട് പുറപ്പെടുകയാണ്. ദ ഡേ ആഫ്റ്റർ ഹി ലെഫ്റ്റ്, അതായത് അദ്ദേഹം പുറപ്പെട്ടു കഴിഞ്ഞ അടുത്ത ദിവസം, ലൂയിസ് റോട്ട് ബിൽ എ ചാമിങ് ആൻഡ് ലവിങ് ലെറ്റർ. ബില്ലിന് ലൂയിസ് വളരെ സ്നേഹപൂർവമായിട്ടുള്ള ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. ഐ മിസ് യു സച്ച് എ ലോട്ട് ഓൾറെഡി. ഒരു ദിവസം കഴിഞ്ഞുള്ളൂ, ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു. മച്ച് മോർ ദാൻ ഐ ഹാവ് ഫോർ എ ലോങ് ടൈം. ഇതിനു മുമ്പ് വളരെ കാലമായി എനിക്ക് അങ്ങനെ നിന്നെ മിസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിന്നെ എനിക്ക് മിസ് ചെയ്യുന്നു. ഷീ സെഡ്, അവൾ പറഞ്ഞു. ഐ കാൻ ടെൽ യു ഡിയർ, എനിക്ക് കഴിയില്ല നിന്നോട് വ്യക്തമായി പറയാൻ എന്റെ പ്രിയപ്പെട്ടവനെ. ഹൗ മച്ച് ഐ അപ്രീഷിയേറ്റ്, ഞാൻ അത്രമാത്രം നിന്നെ അനുമോദിക്കുന്നു. യുവർ വണ്ടർഫുൾ ലവ്, നിന്റെ സ്നേഹത്തിന്, അത്ഭുതകരമായ അല്ലെങ്കിൽ മനോഹരമായ സ്നേഹത്തിന്. ആൻഡ് ഹൗ സ്വീറ്റ് യുവർ പാർട്ടിങ് വാസ്, നിന്റെ ഈ ഇത്തരത്തിലുള്ള എത്ര മധുരകരമാണ് നിന്റെ പാർട്ടിങ്. ഇറ്റ് ഓൾ മേക്സ് മീ വെരി ഹാപ്പി, എന്നെ ഇത് വളരെ സന്തോഷവതിയാക്കുന്നുണ്ട് ഡിയർ. ആൻഡ് ഐ ആം സോ പ്രൗഡ് ടു ബി യുവർ വൈഫ്, ഞാൻ നിന്റെ ഭാര്യയായതിൽ അഭിമാനിക്കുന്നു. The letter goes on to recount the antics of the drunks, sober and otherwise, who were constantly trekking through their home in Brooklyn. അതായാലും ഈ ലെറ്ററുകളെല്ലാം പലപ്പോഴും നമ്മുടെ ആന്റിക്കുകളിൽ, അതായത് പഴയകാല ലെറ്ററിന്റെ കൂട്ടത്തിൽ നമ്മൾ കിട്ടിയിട്ടുണ്ട്. who was constantly trekking through their home in Brooklyn. ബ്രുക്ലിനിലെ ഈ പറയുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഈ ലെറ്ററുകളെല്ലാം നമുക്ക് കാണാം. വൺ വാണ്ടിങ് ടു ബോറോ മണി, അനദർ ട്രൈങ് ടു സെൽ ഹിസ് സ്റ്റോറി ടു എ ന്യൂസ് പേപ്പർ, വൈൽ എ തേർഡ് വാസ് ഹോപ്പിംഗ് ടു ഗെറ്റ് ദിസ് എന്റർപ്രൈസിംഗ് ഫെലോ ട്രൈങ് ടു അഡ്മിറ്റഡ് ടു ബിലീവ് ഹോസ്പിറ്റൽ. അതായത് ചില ആളുകൾ കത്തെഴുതുന്നത് പണം കടം വാങ്ങാനാണ്, മറ്റത് തന്റെ കഥകള് ന്യൂസ് പേപ്പറിന് വേണ്ടി വിറ്റോളൂ, അതിന് പൈസ തരാൻ പറഞ്ഞുണ്ടാകുന്നു, സെല് ചെയ്യാൻ പറഞ്ഞു. വൈൽ എ തേർഡ് വാസ് ഹോപ്പിംഗ് ദാറ്റ് ടു ഗെറ്റ് ദ എന്റർപ്രൈസിംഗ് ഫെലോ ഡ്രങ്ക് എനഫ് ടു ബി അഡ്മിറ്റഡ് ടു ബെലൂവ് ഹോസ്പിറ്റൽ. ചില കത്തുകൾ വന്നത് ബെലൂവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ്. എന്റെ കൂട്ടുകാരനെ അഡ്മിറ്റ് ചെയ്യാൻ. നമുക്കറിയാം അന്നത്തെ കാലത്തെ പ്രസിദ്ധമായ ഈ നമ്മുടെ മദ്യാസക്ത രോഗത്തിന് ചികിത്സിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ഹോസ്പിറ്റലാണ് ബെലൂവ് ഹോസ്പിറ്റൽ. അവിടെ മദ്യാസക്തർക്ക് ഒരു വാർഡ് തന്നെ ഉണ്ടായിരുന്നു. ഷീ ഓൾസോ ടെൽസ് ബിൽ, പിന്നീട് ബില്ലിനോട് പറഞ്ഞത്, ദാറ്റ് ഷീ ആൻഡ് ഹാങ് ഹാഡ് ബീൻ പ്ലാനിങ് എ ഡിന്നർ, ഹാങ്കുമായിട്ട് ഒരു അത്താഴ വിരുന്ന് ഓർക്കുന്നുണ്ട്, ഔട്ട് അലോങ് ദാറ്റ് നൈറ്റ്, ബട്ട് ദേ വേർ നൗ ബീയിങ് ജോയിൻഡ് ബൈ മോർഗൻ റെയ്ൻ ആൻഡ് പർഹാസ് റേവ് ക്യാമ്പൽ. അതായത് മോർഗൻ റെയ്നുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ടാണ് അത്താഴ വിരുന്ന്. ബിൽ ഹാഡ് ഓൺലി ബീൻ ഗോൺ ഓൺ വൺ ഡേ, ബട്ട് ഇറ്റ് ഹാഡ് ബീൻ അൺ ഈവൻഫുൾ വൺ. ഒരു ദിവസമായിട്ടുള്ള ബില്ല് വീട്ടിൽ നിന്ന് പോയിട്ട്, പക്ഷെ അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഈവന്റ് ആയിട്ട് അവളെ അത് കണക്കൂട്ടണം. അപ്പൊ അടുത്തത് എന്താണ് പറയുന്നത്? ഡോക്ടർ ബോബ്സ് പേയ്മെന്റ് ആർ റെഡ്യൂസ്ഡ്. ഡോക്ടർ ബോബിന്റെ പൈസ കൊടുക്കുന്ന കാര്യം കുറച്ചു.
Getting feedback on the multilith printing wasn't the only problem Bill had to face once he arrived in Akron. അക്രോണിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ മൾട്ടിലിത്ത് കോപ്പികളുടെ പ്രിന്റിങ്ങിന്റെ ആ പ്രശ്നം മാത്രമല്ല ബില്ലിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് അക്രോണിൽ. ഹി ഓൾസോ ഹാഡ് ദ unpleasant task of telling Bob Smith that his regular $200 monthly payment from the Rockefeller funds was going to be reduced to just $50 a month for the next 2 months. അതായത് മറ്റൊരു പ്രശ്നം ഇദ്ദേഹം അഭിമുഖീകരിക്കേണ്ടതാണ്. അതൊരു അൺപ്ലസന്റ് ടാസ്ക്കാണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു ടാസ്ക് അല്ല, അസന്തുഷ്ടി നിറഞ്ഞൊരു ടാസ്ക് ആണ്. എന്താണ് പറയേണ്ടത്? ബോബ് സ്മിത്തിനോട് പറയണം, അടുത്ത 2 മാസം നിനക്ക് കിട്ടിയിരുന്ന $200 ഇനി റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഫണ്ട്സ് ഇന്ന് കിട്ടുന്നത് $50 മാത്രമാണ് 2 മാസത്തേക്ക് കിട്ടുള്ളൂ. അപ്പൊ $200 എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് $4663, $50 എന്ന് പറയുന്നത് വെറും $1165. അപ്പൊ അടുത്ത 2 മാസം നിനക്ക് $50 മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള സത്യം അവനോട് പറയേണ്ടിയിരിക്കുന്നു. ഇൻ ദ വീക്ക് ജസ്റ്റ് ബിഫോർ ദ മൾട്ടിലിത്ത് കോപ്പീസ് ബിക്കം അവൈലബിൾ, അതായത് ഒരു മൾട്ടിലിത്ത് കോപ്പി കിട്ടുന്നതിന് ഒരാഴ്ചയ്ക്ക് ശേഷം വിൽസൺ മേഡ് 2 വിസിറ്റ് ടു ഫ്രാങ്ക് ആമോസ് ഓഫീസ് വെർ ഹി പ്ലീഡഡ് ദാറ്റ് ഫണ്ട്സ് ബി സെന്റ് ടു ഫിറ്റ്സ് മയോ ടു ഹെൽപ്പ് ഇൻ ദ വർക്ക് ഹി ആൻഡ് മിസ്റ്റർ റാങ്കിൻ ഡൂയിങ് ഇൻ വാഷിംഗ്ടൺ. അതായത് വിൽസൺ ഫ്രാങ്ക് ആമോസിന്റെ ഓഫീസിൽ 2 പ്രാവശ്യം പോയി അഭ്യർത്ഥിച്ചു, പണം ഫിറ്റ്സുമയോക്ക് കൊടുക്കണം, പിന്നെ ഫ്രാൻസിസ് റാങ്കിനും കൊടുക്കണം, വാഷിംഗ്ടണില് വർക്കുകൾ ചെയ്യാൻ വേണ്ടി. വൈൽ ഓൾസോ എക്സ്പ്ലെയിനിങ് ദ ഡെസ്പറേഷൻ ഓഫ് ഹിസ് ഓൺ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അതായത് ഫിറ്റ്സ്മയോയുടെ സ്വന്തമായിട്ടുള്ള ഈ സാമ്പത്തികപരമായിട്ടുള്ള നിരാശാജനകമായിട്ടുള്ള സാഹചര്യത്തെ പരിഗണിക്കണമെന്ന് ബില്ല് തന്നെ പോയി പറഞ്ഞിട്ടാണ് ഇവർക്ക് പണം കൊടുക്കുന്നത്. ഹി ഹാഡ് ഓൾറെഡി റിസീവ്ഡ് ചാൾസ് ടൗൺസ് ലാസ്റ്റ് പേയ്മെന്റ്, അതായത് ചാൾസ് ടി ടൗൺസ് ഹോസ്പിറ്റലിന്റെ ഉടമയായ ചാൾസ് ടൗൺസിൽ നിന്ന് അദ്ദേഹത്തിന്റെ അവസാനത്തെ പേയ്മെന്റും ഇവൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹി ബാഡ്ലി നീഡഡ് ആൻ എക്സ്ട്രാ $100 ടു പേ ഹിസ് ഇൻഷുറൻസ്. ഒരു $100 കൂടി വേണം അവന് ഇൻഷുറൻസും കൂടി അടയ്ക്കാനായിട്ട്. ഡ്യൂ March 1, അത് March 1 ഡ്യൂ ആണ്. ആ പൈസയും കൂടി കിട്ടണം. ആൻഡ് ടു കവർ ദ എക്സ്പെൻസ് ഓഫ് എ ട്രിപ്പ് ടു അക്രോൺ ആൻഡ് ബാക്ക്. പിന്നെ അക്രോണിലേക്ക് പോകേണ്ട പൈസയ്ക്കും അക്രോണിലേക്ക് പോകാനും വരാനും ഒക്കെ ആയിട്ടുള്ള ചെലവുകൾക്കും പൈസ കണ്ടെത്തണം. അപ്പൊ ഒരു അടിക്കുറിപ്പ് കൂടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൂടി വായിക്കാം. വിൽസൺ ഹാഡ് യൂസ്ഡ് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ലാംഗ്വേജ് 3 weeks earlier in the November 3. ഏകദേശം സമാനമായ വാക്കാണ് 3 ആഴ്ചകൾ 3 weeks earlier in his November 3, 19 related to Smith. ഏകദേശം സമാനമായ വാക്കുകൾ തന്നെയാണ്, ലാംഗ്വേജ് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. November 3, 1938 ലെറ്റർ ടു സ്മിത്ത്, ലെറ്ററിൽ അതേ ഇത് തന്നെയാണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ ഇൻ റെസ്പോൺസ് ടു, അടുത്ത ഭാഗം, ഇൻ റെസ്പോൺസ് ടു ദിസ് പ്ലീസ്, ഇത്തരം അഭ്യർത്ഥനകൾക്കുള്ള പ്രതികരണം ആമോസ് എന്താണ് തീരുമാനിച്ചത്? ടു റെഡ്യൂസ് സ്മിത്ത്സ് പേയ്മെന്റ്. അപ്പൊ ഇവന് ഫ്രാങ്കോമോസിന് പൈസ കൊടുക്കണം, പിന്നെ മിസ്സിസ് റാങ്കിന് അവര് വാഷിങ്ടണില് വർക്കുകൾ ചെയ്യുന്നുണ്ട്, അതിന് പണമൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അത് മാത്രമല്ല $100 ഇവന് March 1 മുമ്പ് ഇൻഷുറൻസിന്റെ ഡ്യൂ അടയ്ക്കണം, പിന്നെ അക്രോണിലേക്ക് പോക്കുവരവിനും പൈസ വേണമെന്നൊക്കെ പറഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ അഭ്യർത്ഥന പറയാൻ ആമോസ് ഡിസൈഡ് ടു റെഡ്യൂസ് സ്മിത്ത് പേയ്മെന്റ്, അതായത് ഡോക്ടർ ബോബിന്റെ പേയ്മെന്റ് കുറയ്ക്കാൻ തീരുമാനിച്ചു. while simultaneously sending ഫിറ്റ്സ്മയോ ആൻഡ് ബിൽ വിൽസൺ ചെക്സ് for $100 each. 2 പേർക്കും ഫിറ്റ്സ്മയോക്കും ബിൽ വിൽസണുമായിട്ട് $100 ചെക്ക് കൊടുത്തു. റിപ്പോർട്ടിംഗ് ദിസ് ടു റിച്ചാർഡ്സനെ അത് റിപ്പോർട്ടും ചെയ്തു. ആമോസ് പിന്നീട് പറഞ്ഞു, when Bill had suggested this desperately needed redistributions, അതായത് ഇങ്ങനെ ബിൽ വിൽസൺ വന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ നിരാശാജനകമായ രീതിയിൽ പണം ആവശ്യമുണ്ട്. ഈ പ്രപ്പോസ്ഡ് ഡോക്ടർ ബോബ്സ് മന്ത്ലി ചെക്ക് ബി റെഡ്യൂസ്ഡ് ടു 100, അതായത് അവന്റെ മന്ത്ലി ചെക്ക് $100 ആയിട്ട് കുറയ്ക്കുക. ഹവർ ആമോസ് ടോൾഡ് റിച്ചാർഡ്സൺ, അതുപോലെ തന്നെ ആമോസ് റിച്ചാർഡ്സനോട് പറഞ്ഞു that he was inclined to cut this in half, that is $50 a month for 2 months, അതായത് $50 വെച്ചിട്ട് 2 മാസത്തേക്ക് കൊടുക്കാനായിട്ട് പറയുകയാണ്. Nothing that in the end, both Hay and Wilson were confident that Dr. Smith can carry the fairly well for probably 3 or 4 months without getting into a serious situations. അതായത് ഡോക്ടർ ബോബിന് ആ സമയത്ത് അടുത്ത 3-4 മാസത്തേക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മാസങ്ങൾ തള്ളിക്കൊണ്ടു പോകാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം അവിടെ ഒരു സീരിയസ് സിറ്റുവേഷൻ ഇല്ല എന്നാണ് ഇവര് വിചാരിക്കുന്നത്. Unfortunately, അവിചാരിതമായി ഡോക്ടർ ബാബ് ഡിഡ് നോട്ട് ഷെയർ
their cool confidence in his ability to survive on just $50 a month. $50 കൊണ്ട് ഒരു മാസം കഴിച്ചു കൂട്ടാൻ കഴിയുമെന്നുള്ള വലിയ സ്വാഭാവികമായ ആത്മവിശ്വാസമൊന്നും ഡോക്ടർ ബോബ് അവിചാരിതമായി അന്നേരം പങ്കുവച്ചില്ല. നോ സൂണർ ഹാഡ് വിൽസൺ ലെഫ്റ്റ് അക്രോൺ ദാൻ സ്മിത്ത് wrote ഫ്രാങ്ക് ആമോസ് asking that some of the money be restored, implying that it was vital to their ongoing work with alcoholics. അതായത് ഈ ബിൽ വിൽസൺ അവിടുന്ന് പോയ ഉടനെ തന്നെ അക്രോണിലേക്ക് ഡോക്ടർ സ്മിത്ത് അക്രോണിൽ നിന്നും ബിൽ വിൽസൺ അക്രോണിൽ നിന്ന് പോയ ഉടനെ തന്നെ ഡോക്ടർ സ്മിത്ത് ഫ്രാങ്ക് തോമസിനൊത്ത് കത്തെഴുതുന്നുണ്ട്. എന്താണ്, എനിക്ക് പണം ആവശ്യമുണ്ട്. എംപ്ലോയിങ് ഇറ്റ് വാസ് വൈറ്റൽ ഓഫ് ദയർ ഓൺഗോയിങ് വർക്ക് വിത്ത് ആൽക്കോളിസം. മദ്യാസക്തരുമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ കുറച്ചും കൂടി പണം ആവശ്യമുണ്ട്. അടുത്ത ഭാഗം അപ്പൊ ആ കത്തിലിങ്ങനെ ഐ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാവും ഈ secure of the foundation is at a very low and എനിക്ക് മനസ്സിലാവും നമ്മൾക്കുടെ ഫൗണ്ടേഷൻ ആൽക്കോൾ ഫൗണ്ടേഷൻ വളരെ ചുരുങ്ങിയ പണമേ നമ്മുടെ കയ്യിലുള്ളൂ. ഐ ഓൾസോ റിയലൈസ് എനിക്ക് വ്യക്തമായ കാര്യങ്ങൾ അറിയാം. സം ഓഫ് ദ ബോയ്സ് ദർ ആർ ഇൻ ക്വൈറ്റ് ഡിപ്ലോറബിൾ കണ്ടീഷൻ. അവിടെയുള്ള ചില കുട്ടികൾ അല്ലെങ്കിൽ ബോയ്സ് വലിയ മോശമായ അവസ്ഥയിലാണ് ഫിനാൻഷ്യലി. അവർക്ക് സാമ്പത്തികമായ മോശമായ വിച്ച് ഹാപ്പൻസ് ടു ബി മൈ കണ്ടീഷൻ ഓൾസോ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ കാര്യത്തിലും വന്നിട്ടുണ്ട്. ഐ ഹാവ് നോ വേ ഓഫ് നോയിങ് ഹൂ നീഡ്സ് ഹെൽപ്പ് ദ മോസ്റ്റ്. അതുകൊണ്ട് എനിക്കറിയില്ല ആർക്കാണ് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളതെന്ന്. ഹവർ എന്നിരുന്നാലും ഐ വുഡ് സേ, ഞാൻ നിങ്ങളോട് പറയാണ്, ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് ഓൾ പോസിബിൾ, ഏതെങ്കിലും വിധത്തിൽ സാധ്യമാണെങ്കിൽ ഫോർ യു ടു ഹെൽപ്പ് മീ, എന്നെ സഹായിക്കാൻ കഴിയുമെങ്കിൽ, ഹെൽപ്പ് മീ ഔട്ട് എ ബിറ്റ്, കുറച്ചും കൂടി സഹായിക്കാൻ, ഇറ്റ് വുഡ് ബി മച്ച് അപ്രീഷിയേറ്റഡ്. അത് വളരെയധികം അഭിനന്ദനാർഹമാണ്. കുറച്ചും കൂടി എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? വി ആർ സ്റ്റിൽ പ്ലഗിങ് അലോങ് അറ്റ് അബൌട്ട് ദ യൂഷ്വൽ ക്ലിപ്പ്. ഞങ്ങള് ഇപ്പൊ ആ ക്ലിപ്പിൽ കടന്ന് തൂങ്ങി ആടുകയാണ്. വൺ ചാപ്പ് ലെഫ്റ്റ് ദ ഹോസ്പിറ്റൽ എസ്റ്റർഡേ. ഒരു മനുഷ്യൻ ഇന്നലെ ഒരു അഡ്മിറ്റ് ആയിട്ട് ഒരു രോഗി ഇന്നലെ ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി. ആൻഡ് ദർ ആർ സ്റ്റിൽ 2 ലെഫ്റ്റ്. ഇപ്പോഴും ആശുപത്രി 2 പേര് കഴിയുന്നുണ്ട്. വി ഹാവ് എ ഡോക്ടർ ഫ്രം ക്ലേവ്ലാൻഡിൽ നിന്ന് ഒരു ഡോക്ടർ ഹൂ സീംസ് എക്സലന്റ് ടിമ്പർ. ഈ കാര്യത്തില് വലിയധികം വിജ്ഞാനമുള്ള ഒരാളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സലന്റ് ടിമ്പർ എന്ന് വെച്ചാൽ നമുക്ക് ഈ തടിയെ കുറിച്ച് വിവരം അറിയാവുന്ന പോലെ ഈ രോഗത്തെ കുറിച്ച് നല്ല വിവരമുള്ള ഒരാൾ. ഹി ഓൾ സർട്ടൻലി ബി ഇൻ എ വണ്ടർഫുൾ പൊസിഷൻ. അദ്ദേഹം നല്ലൊരു മനോഹരമായ പൊസിഷനിലാണ്. ഫോർ ഗുഡ് ഇഫ് ഹി ക്യാച്ചസ് ഫയർ ആൻഡ് ഐ അതർ തിങ്ക് ഹി വിൽ. അതായത് അവന് തീ കത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുടി നിർത്താനുള്ള ആഗ്രഹങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കത്തെഴുതുന്നത്. ദിസ് റിക്വസ്റ്റ് വാസ് എയ്തർ ഇഗ്നോർഡ് ഓർ ഡിനൈഡ് since there is no record of a larger payment going to Dr. Babu in either March or April 1939. ഈ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ അഭ്യർത്ഥന നിരസിക്കപ്പെട്ടോ, അല്ലെങ്കിൽ ഡിനൈഡോ ഓർ ഇഗ്നോർഡ്, അല്ലെങ്കിൽ പരിഗണിക്കാതിരുന്നോ അല്ലെങ്കിൽ നിരസിച്ചോ എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായ അറിവില്ല. അതിന് റെക്കോർഡുകളില്ല. ഡോക്ടർ ബോബ് ഇൻ either മാർച്ച് ഓൺ ഏപ്രിൽ 1939, ഏപ്രിലോ മാർച്ചിലോ അദ്ദേഹത്തിന് പണം അയച്ചതായി, ഒരു ലാർജർ പേയ്മെന്റ് അയച്ചതായും സൂചനകളൊന്നുമില്ല. അടുത്ത ഭാഗം, ദ ഒഹായോ ഫോക്സ് ആർ ഹാപ്പി വിത്ത് ദ ബുക്ക് ബട്ട് നോട്ട് വിത്ത് സെല്ലിംഗ് സ്റ്റോക്ക്. അതായത് ഒഹായോയിലെ അംഗങ്ങൾ ഹാപ്പിയാണ്. എന്തിനകത്ത് ഹാപ്പിയാണ്? ബുക്കിനെ കുറിച്ച്. പക്ഷെ ഈ സ്റ്റോക്ക് സെല് ചെയ്യുന്നതിനെ കുറിച്ച് അവർക്ക് വലിയ ഹാപ്പിനെസ് ഇല്ല. റിഗാർഡിങ് ദെയർ പ്ലാൻ ഫോർ ലോഞ്ചിങ് ദ ബുക്ക്, അതായത് ബുക്ക് ലോഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അവരുടെ പദ്ധതികൾ, Bill had obviously tried to do one of his traditionally flamboyant selling jobs. അതായത് ബില്ലൊരു വിൽപ്പനക്കാരനാണ്. അദ്ദേഹത്തിന് നന്നായി എങ്ങനെ ഇത് അവതരിപ്പിക്കണമെന്ന് അറിയാം. അതുകൊണ്ട് പാരമ്പര്യമായിട്ട് ഈ അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഇവരോട് ട്രൈ ചെയ്യുകയാണ്. സെല്ലിങ് പ്രൗഡ്ലി അഷ്വറിങ് ദ അക്രോൺ മെമ്പേഴ്സ്. എന്തുകൊണ്ടാണ് അവരെ വിശ്വാസത്തിലേക്ക് എടുക്കാനായി അക്രോൺ മെമ്പേഴ്സിന് ദേ വുഡ് സൂൺ റിസീവ് സം അമേസിംഗ് നാഷണൽ പബ്ലിസിറ്റി. അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന് ഒരു ദേശീയ പ്രസിദ്ധി കിട്ടാൻ പോവുകയാണ് പുസ്തകം വരുന്നതോടുകൂടി. ഡോക്ടർ മെയ്ഡ് വൺ നോട്ട് ഓഫ് ദിസ് ഇൻ ഹിസ് ലെറ്റർ ടു ആമോസ്. അതായത് ഡോക്ടർ ബോബ് ആകട്ടെ ആമോസിന് എഴുതുന്ന കത്തില് ലെറ്ററിൽ ഇത് പറയുന്നുണ്ട്. ടെല്ലിങ് ഹിം, അവനോട് ഇങ്ങനെ പറയാണ്, ഹോപ്പ് ദ ബോയ്സ് വിൽ സക്സീഡ്, ഈ ആൺകുട്ടികൾ വിജയിക്കും, ഇൻ ഗെറ്റിംഗ് സഫിഷ്യന്റ് ഗ്രാറ്റിറ്റ്യൂസ് അഡ്വർടൈസിംഗ് ടു സ്പീഡ് അപ്പ് ദ സെയിൽ ഓഫ് ദ ബുക്ക്. ഏതായാലും കൃത്യമായ ഒരു സഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തൃപ്തികരമായ ഒരു
ഗ്രാറ്റുറ്റോസ് അഡ്വർടൈസിങ്, അതായത് പരസ്യം, വളരെ പ്രചാരത്തിലുള്ള പരസ്യം കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബുക്കിന്റെ വിൽപ്പനയെ നന്നായി വേഗതയിലാക്കും. ദിസ് റെഫർ ടു ദി റീഡേഴ്സ് ഡൈജസ്റ്റ് ആർട്ടിക്കിൾ. അതായത് ഇത് റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ആർട്ടിക്കിളിനെ കുറിച്ച് കൂടി പറയുകയാണ്. ബിൽ ആൻഡ് ഹാങ് ഹാഡ് ബീൻ പ്രോമിസ്ഡ് വൺസ് ദ ബുക്ക് വാസ് പബ്ലിഷ്ഡ്. അതായത് ബുക്കിന്റെ പ്രസിദ്ധീകരണത്തിനോടുകൂടി റീഡേഴ്സ് ഡൈജസ്റ്റ് ആർട്ടിക്കിൾ വന്നിരിക്കുമെന്ന് ബില്ലും ഹാങ്കും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ബട്ട് ദാറ്റ് അപ്കമിങ് സ്പ്ലാഷ് ഓഫ് പബ്ലിസിറ്റി, അത്തരത്തിലുള്ള വലിയ പബ്ലിസിറ്റി ഡിഡിന്റ് സീ ടു ജനറേറ്റ് മച്ച് പോസിറ്റീവ് എക്സൈറ്റ്മെന്റ് ഇൻ അക്രോൺ. അക്രോണില് അത്രമാത്രം ഒരു വലിയ എക്സൈറ്റ്മെന്റ്, ഉത്സാഹമൊന്നും അവർക്ക് ജനറേറ്റ് ചെയ്തില്ല. ഇൻസ്റ്റഡ് ഇറ്റ് എലിസിറ്റഡ് സം ഓഫ് ദ സെയിം കൺസേൺസ്. അത് ചില കൺസേണുകൾ, ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തു. ആൻഡ് കംപ്ലൈൻസ്, ചില പരാതികളും ദാറ്റ് ഹാഡ് ബീൻ റൈസ്ഡ് ഇൻ ദ പാസ്റ്റ് അബൌട്ട് ദ ഇമ്പോസിബിലിറ്റി ഓഫ് റെസ്പോണ്ടിങ് ടു ദി ഫ്ലഡ് ഓഫ് റിക്വസ്റ്റ്. അതായത് ഇങ്ങനെ ഉയർന്ന തോതിൽ വെള്ളപ്പൊക്കം പോലെ അഭ്യർത്ഥനകൾ വന്നാൽ, ഇത്തരം പരസ്യങ്ങൾ കൊണ്ട് അഭ്യർത്ഥനകൾ വന്നാൽ അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള, അതിനോട് പ്രതികരണം കൊടുക്കാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ടോ? They would surely receive once the article appeared. അതായത് ഇത്ര വെള്ളപ്പൊക്കം പോലെ ഉള്ള ഈ അന്വേഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാനായി നമുക്ക് കഴിവുണ്ടോ, അത്തരം ആളുകൾ നമുക്കുണ്ടോ എന്നുള്ളതാണ് അവരുടെ പരാതി, അല്ലെങ്കിൽ അവരുടെ കൺസേൺ. ഇൻ റിലേഷൻ ടു ദി ബുക്ക് ഇറ്റ് സെൽഫ്, അവ ബുക്കിനെ കുറിച്ച് മാത്രം നോക്കുകയാണ്. സ്മിത്ത് ടോൾഡ് ആമോസ് ദാറ്റ്, ഡോക്ടർ സ്മിത്ത് ആമോസിനോട് പറയുകയാണ്, ഫ്രാങ്ക് ആമോസിനോട്, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനിലെ ട്രസ്റ്റി ആയിട്ടുള്ള ഫ്രാങ്ക് ആമോസിനോട് പറയാണ്, എവരിവൺ സീംസ് ടു ലൈക്ക് ദ ബുക്ക് വെരി മച്ച്. എല്ലാവരും വിചാരിക്കുന്നത് ബുക്ക് നന്നായിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ പ്രൂവ് ഇറ്റ് സെൽഫ് എ വെരി യൂസ്ഫുൾ ഏജന്റ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഏജന്റ് ആയിരിക്കും, പ്രയോജനപരമായ ഒരു ഏജന്റായി പ്രവർത്തിക്കും. വൺസ് അഗൈൻ, ഒരിക്കൽ കൂടി, ദ ഒഹായോ റെസ്പോൺസ് വാസ് നെഗ്ലിജിബിൾ. ഒഹായോയിലെ ഈ പറയുന്ന പ്രതികരണങ്ങൾ മറക്കപ്പെട്ടു. ആൻഡ് കൺഫൈൻസ് ടു ദി ഫാക്ട് ദാറ്റ് എവരി വൺ വാസ് ഹാപ്പി വിത്ത് വാട്ട് ദേ ഹാഡ് സീൻ. ഏതായാലും എല്ലാവരും അവർ കണ്ട പുസ്തകം വെച്ചിട്ട് അവർ സന്തുഷ്ടം ആയിരുന്നു എന്ന് വേണം കണക്കൂട്ടാൻ. ദിസ് ലാസ്റ്റ് മിനിറ്റ് കമന്റ് ബൈ സ്മിത്ത്. സ്മിത്തിന്റെ അവസാനത്തെ ഈ കമന്റുകൾ ജസ്റ്റ് വീക്സ് ബിഫോർ ദ ബുക്ക്, അതായത് ബുക്ക് ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പുള്ള ഡോക്ടർ സ്മിത്തിന്റെ ഡോക്ടർ ബോബ് സ്മിത്തിന്റെ ഈ കമന്റുകൾ എങ്ങനെയാണ് സൂചിപ്പിക്കുക? വാസ്റ്റ് അപ്പിയർ, അങ്ങനെയാണ് കാണപ്പെടുന്നത്. കൺഫേം, അത് ഉറപ്പാക്കുന്നുണ്ട്. എന്താണ്? വിൽസൺസ് ലേറ്റർ നോട്ട്. പിന്നീട് വിൽസൺ അത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് വെൻ ഹി ആസ്ക്ഡ് അക്രോൺ, എപ്പോ പോയാണ് അവൻ അക്രോണിൽ ചോദിച്ചപ്പോൾ, ചെക്കിംഗ് ആൻഡ് ക്രിറ്റിസിസം, അതായത് അവരുടെ ചെക്കിംഗ്, എന്താണ് ഇതിന്റെ ബുക്കിനെ കുറിച്ചുള്ള പ്രതികരണം എന്ന് ചെക്ക് ചെയ്തപ്പോൾ അവരുടെ വിമർശനത്തെ പറ്റി ഓൺ ദ മാനസ്ക്രിപ്റ്റിനെ കുറിച്ചുള്ളത്, ഈ ഗോട്ട് നത്തിങ് ബട്ട് ദ വാമസ്റ്റ് സപ്പോർട്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഒന്നുമില്ല, വളരെയധികം മനോഹരമായിട്ടുള്ള സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയെന്നാണ് അദ്ദേഹം പിന്നീട് വിൽസൺ സൂചിപ്പിക്കുന്നത്. പക്ഷേ വൈൽ ദ മൾട്ടിലിത്ത് കോപ്പി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൻഡ് ന്യൂസ് ഓഫ് ദ കമ്മിങ് നാഷണൽ പബ്ലിസിറ്റി, പിന്നീട് ഈ ദേശീയ പ്രസിദ്ധി നേടുമെന്നുള്ള വാർത്തകൾ പ്രൊഡ്യൂസ്ഡ് ലിറ്റിൽ റെസ്പോൺസ്, അതായത് ചെറിയ ഒരു പ്രതികരണം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ദ ഫാക്ട് ദാറ്റ്, അതിന് കാരണം ഹാങ് ആൻഡ് ബിൽ ഹാഡ് ബീൻ സെല്ലിംഗ് സ്റ്റോക്ക് ഇൻ എ കമ്പനി ടു പബ്ലിക്, അതായത് ഈ പറയുന്ന ബുക്കിന്റെ സ്റ്റോക്ക് വിൽക്കുകയാണ്. ഇൻ എ കമ്പനി ടു പബ്ലിഷ് ആൽക്കോളിസ് ആൻഡ് മോസ്റ്റ് സർട്ടൻലി ഡിഡ്. അതായത് സ്റ്റോക്കും കൂടി വിൽക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ ആൽക്കോളിസ് അനോണിമസ് എന്ന് പറയുന്ന ഈ ബുക്കിന് വേണ്ടിയിട്ട്. ബോബ് ടോൾഡ് ഫ്രാങ്ക്, ബോബ് അതുകൊണ്ട് ഫ്രാങ്കിനോട് ഇങ്ങനെ പറഞ്ഞു, സം ഹാർഡ് ഫീലിംഗ്, ഞങ്ങൾക്ക് ഇച്ചിരി കഠിനമായിട്ടുള്ള വൈകാരിക അവസ്ഥയുണ്ട്. എമോങ് ദ ബോയ്സ്, ഞങ്ങളുടെ ഇടയിലുള്ള കുട്ടികൾക്ക്. ഓവർ ദ വേ ദ ബുക്ക് വാസ് ഫിനാൻസ്ഡ്, അതായത് എങ്ങനെയാണ് ഈ ബുക്കിനുള്ള പണം കണ്ടെത്തുന്നത്. ബട്ട് ഐ ഗസ്, ഞാൻ ഊഹിക്കുന്നത്, ദാറ്റ് വാസ് ദ ഒൺലി സൊല്യൂഷൻ പോസിബിൾ, ലുക്സ് ഓക്കെ ടു മീ. ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ കാഴ്ചപ്പാടിൽ അത് ഓക്കെയാണ്. പക്ഷേ ഇവിടുത്തെ കുട്ടികൾ ഇച്ചിരി വറീഡാണ്. ഫീലിംഗ് ഉണ്ട് അവർക്ക്, വൈകാരികമായ ഒരു കഠിനമായ ഫീലിംഗ് ഉണ്ട്. ഐ ഗസ് ദാറ്റ് വാസ് ദ ഓൺലി സൊല്യൂഷൻ പോസിബിൾ. ചിലപ്പോൾ സാധ്യമായിട്ടുള്ള ഒരു പണം കണ്ടെത്തുന്നതിനുള്ള ഒരു മാർഗം എന്നുള്ളത് ഷെയർ മേടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഷെയർ വിറ്റ് പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കാം. പക്ഷെ അതെനിക്ക് ഓക്കെയാണ്. വെൻ ദ ഐഡിയ ഓഫ് സെല്ലിംഗ് സ്റ്റോക്ക്, അതായത് ഈ ആശയം, ഈ സ്റ്റോക്ക് വിൽക്കുക എന്നുള്ള ആശയം ഹാഡ് ബീൻ പ്രൊപ്പോസ്ഡ് ഇൻ ഒക്ടോബറിലാണ് അത് വന്നത്. സ്മിത്ത് അഡ്വൈസ്ഡ് അഗെയിൻസ്റ്റ് ഷെയറിംഗ് ദാറ്റ് ഇൻഫോർമേഷൻ വിത്ത് എനിവൺ ഇൻ ഒഹായോ.
സ്മിത്ത് പറഞ്ഞു അഗെയിൻസ്റ്റ് ഷെയറിംഗ് ദാറ്റ് ഇൻഫോർമേഷൻ വിത്ത് എനിവൺ ഇൻ ഒഹായോ. ഒഹായോയിലെ എല്ലാവർക്കുമായി ഈ പറയുന്ന ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാം. So this was the first time they were being told about the sale of stock in Works Publishing Company. അപ്പം സ്മിത്ത് അഡ്വൈസ്ഡ് അഗെയിൻസ്റ്റ് ഷെയറിംഗ് ദാറ്റ് ഇൻഫോർമേഷൻ വിത്ത് എനിവൺ ഇൻ ഒഹായോ. അപ്പം സ്മിത്തിനോട് പറയാണ് ഈ പറയുന്ന ഷെയറിങ്ങിന്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ സ്റ്റോക്ക് വിൽക്കുന്നതിനെ കുറിച്ചുള്ള അറിവ് ഒഹായോയിൽ ആർക്ക് വേണേലും കൊടുക്കാൻ. ഒക്ടോബർ മാസമാണ് അത് പ്രപ്പോസ് ചെയ്തത്. സോ ദിസ് വാസ് ദ ഫസ്റ്റ് ടൈം ദേ വെയർ ബീങ് സെയിൽ ഓഫ് സ്റ്റോക്ക് ഇൻ വർക്ക്സ് പബ്ലിഷിംഗ് കമ്പനി. വർക്ക്സ് പബ്ലിഷിംഗ് കമ്പനിയുടെ പേരിലുള്ള സ്റ്റോക്ക് വിൽപ്പനയെ കുറിച്ച് ഇപ്പോഴാണ് അവർ പറയുന്നത്. When Bill Wilson did finally reveal, ബിൽ വിൽസൺ അവസാനം വെളിപ്പെടുത്തുന്നത് they were selling shares to finance the book. അത് ബുക്കിനുള്ള ഫിനാൻസിന് വേണ്ടിയിട്ടാണ് അവർ ഷെയർ വിറ്റത്. ഇറ്റ് ക്രിയേറ്റഡ് ആൻ ഇമ്മീഡിയറ്റ് ഫുറർ. ഒരു വളരെ പെട്ടെന്ന് തന്നെ ഒരു മങ്ങിയ അവസ്ഥ വന്നു. സെല്ലിംഗ് സ്റ്റോക്ക് മീൻഡ് ദാറ്റ് മണി. അതായത് ഈ സെല്ലിംഗ് സ്റ്റോക്ക് വിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പണം ആൻഡ് വേഴ്സ് പ്രോഫിറ്റ്. അപ്പൊ പിന്നീടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള, അതായത് നമ്മളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ലാഭം. അപ്പൊ അതിനകത്തൊരു ആശ്ചര്യചിഹ്നം കൊടുത്തത്. ഇതൊക്കെയാണ് ഒഹായോയിലെ ആളുകൾ വിചാരിക്കുന്നത്. വർ ഗോയിങ് ടു ബി എ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ എന്റർപ്രൈസ്. അത് നമ്മുടെ ഈ പറയുന്ന ഈ പാർട്ട് പ്രോഫിറ്റ്, ഇത്തരം ലാഭങ്ങളെല്ലാം കൂടി കുമിഞ്ഞുകൂടി നമ്മുടെ ഈ ഭാഗമാകാൻ പോവുകയാണ്. ആൻഡ് ദ ഒഹായോ മെമ്പേഴ്സ് വെയർ അൺലിറ്ററബിളി ഒപ്പോസിറ്റ് ടു മിക്സിംഗ് ഫിനാൻസ് വിത്ത് സ്പിരിച്വാലിറ്റി. അതായത് ഒഹായോയിലെ അംഗങ്ങളാകട്ടെ ഈ പറയുന്ന പണവും ആത്മീയതയും കൂട്ടിക്കുഴയ്ക്കുന്നതിൽ വളരെയധികം എതിർപ്പുള്ളവരാണ്. നോ മാറ്റർ ഹൗ ഗ്രേറ്റ് ദ നീഡ് മൈറ്റ് ബി. എത്ര വലിയ ആവശ്യമാണേലും പണവും ആത്മീയതയും കൂട്ടിക്കുഴയ്ക്കരുന്ന തരത്തിലുള്ള എതിർപ്പാണ് അവർക്കുള്ളത്. ബിൽസ് ന്യൂസ് കൺഫേംഡ് ദെയർ വേഴ്സ് ഫിയേഴ്സ്. അതുകൊണ്ട് തന്നെ ബില്ലിന്റെ ഈ പുതിയ വാർത്ത, അതായത് സ്റ്റോക്ക് വിറ്റ് പണം നേടുക എന്നുള്ള വാർത്ത അവരുടെ ഭയത്തെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കി. അബൌട്ട് ഹിം, അവനെ കുറിച്ചുള്ള ഭയം. ആൻഡ് അബൌട്ട് ദ ടെറിബിൾ തിങ്സ് ബീങ് ഡൺ ഇൻ ദ നെയിം ഓഫ് ദെയർ ഫെലോഷിപ്പ് ബാക്ക് ഇൻ ന്യൂയോർക്ക് സിറ്റി. അവരുടെ ഈ ഫെലോഷിപ്പിനെ, ഈ കൂട്ടായ്മയെ ന്യൂയോർക്കുകാർ എത്രമാത്രം മോശകരമാക്കാൻ പോവാണ്, ഇതൊരു ടെറിബിൾ തിങ്സ് ആണ് അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് അവരുടെ ഭയത്തെ ഇരട്ടിപ്പിച്ചു. തിങ്സ് സർട്ടൻ ടു ഡിസ്ട്രോയ് ദെയർ സിമ്പിൾ പ്രോഗ്രാം ഓഫ് റിക്കവറി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നശിപ്പിക്കും. ഈ പറയുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഈ റിക്കവറി പ്രോഗ്രാമിനെ നശിപ്പിക്കും, ഡിസ്ട്രോയ് ചെയ്യുമെന്ന് അവർ വിചാരിച്ചു. ദിസ് ഹാർഡ് ഫീലിങ്സ്, ഇത്തരത്തിലുള്ള വലിയ കഠിനമായ വൈകാരികാവസ്ഥ ഓവർ മണി കണ്ടിന്യൂഡ് ടു സിമ്മർ ആൻഡ് ഫൈനലി ബോയിൽഡ്. അതായത് പണം കിട്ടുന്ന ഒരു അവസ്ഥയില്ല, അതിങ്ങനെ മെലിഞ്ഞിരിക്കുകയാണ്. ഫൈനലി ബോയിൽഡ്, പിന്നെ ഫൈനലി ബോയിൽഡ് ഓവർ വിത്ത് ദ ലൊറിയഡ് അക്യൂസേഷൻ മേഡ് ബൈ ക്ലാരൻസ് സെന്റർ ത്രൂ ദ 1947. അപ്പോ ഈ പണത്തെ കുറിച്ചുള്ള ഈ പറയുന്ന കാര്യങ്ങള് കണ്ടിന്യൂ ടു സിമ്മർ ആൻഡ് ഫൈനലി ബോയിൽഡ് ഓവർ വിത്ത് ദ ലൊറിയഡ് അക്യൂസേഷൻസ് മേഡ് ബൈ ക്ലാരൻസ് സെന്റർ ത്രൂ ഔട്ട് ദ 1940. ഇതെങ്ങനെയാണ് കാഴ്ചവെച്ചത്? 1940 ക്ലെവ്ലാൻഡിൽ നിന്ന് വന്ന ക്ലാരൻസ് സെന്റർ എന്ന് പറയുന്ന മറ്റൊരു AA അംഗത്തിന്റെ വലിയ കുറ്റാരോപണം, അതായത് പണം മോഷ്ടിച്ചു അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള ഉപാധിയാക്കി മാറ്റി എന്നുള്ളതിലേക്കുള്ള ചൂടേറിയ തിളച്ച വാഗ്വാദത്തിലേക്കാണ് കണ്ടത്. 1940 അതിനുശേഷമാണ് അവരത് നടത്തിയത്. ക്ലെയിമിംഗ് ദാറ്റ്, അവരിങ്ങനെയാണ് പറയുന്നത്, ബിൽ വിൽസൺ വാസ് കൺസിസ്റ്റന്റ്ലി ടേക്കിംഗ് ലാർജ് അമൗണ്ട്സ് ഓഫ് ക്യാഷ് ഔട്ട് ഓഫ് AA's കഫേഴ്സ് ടു ലൈൻ ഹിസ് ഓൺ പോക്കറ്റ്സ്. അതായത് ബിൽ വിൽസൺ വലിയ തോതിലുള്ള പണം നമ്മളിൽ നിന്ന് എടുക്കുന്നു, AAയുടെ അലമാരയിൽ നിന്നും അവന്റെ പോക്കറ്റിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് 1940 ശേഷം ക്ലാരൻസ് സെന്റർ വലിയ വാഗ്വാദവും പ്രചരണവും നടത്തുന്നുണ്ട്. നമുക്കറിയാം അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഹാങ്ബിയുടെ മദ്യപാനാണ്. ഹാങ്ബി തുടങ്ങിയ കമ്പനിയിൽ ക്ലാരൻസസിനെ അദ്ദേഹം തൊഴിലാളിയായിട്ട് വെക്കുകയും ഇവർ രണ്ടുപേരും കൂടി ക്ലാരൻസത്തിന്റെ ഭാര്യ സഹോദരിയെ ഹാങ്ബി പിന്നീട് വിവാഹം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ അതും കൂടി ഈ ബില്ലിനെതിരെയുള്ള പ്രചരണത്തിന് ഹാങ്ബി അവരുടെ ഒരു റിലേറ്റീവായി മാറുകയും കൂടി ചെയ്യുമ്പോൾ അവർക്കത് വിശ്വസിക്കത്തക്ക രീതിയിലായി കാര്യങ്ങൾ. പിന്നീട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പാസിറ്റർ വായിച്ചപ്പോൾ പറയുന്നുണ്ട് അവർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയൊക്കെ വെച്ചിട്ട് അത് ചെയ്യുന്ന കാര്യം. അപ്പം ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുന്നില്ല, ഞാനിപ്പോ ഓർമ്മ വന്നപ്പോൾ അതിനോടൊപ്പം പറഞ്ഞത്. അടുത്ത ഭാഗം എന്താണ്? ഡൊറോത്തി സിൻഡർ പ്രൊമോട്ട് ദ ബുക്ക്. ഡൊറോത്തി സിൻഡർ ആരാണ്? ക്ലാരൻസ് സെന്ററിന്റെ വൈഫാണ് ഡൊറോത്തി. അവള് ബുക്കിനെ പ്രൊമോട്ട് ചെയ്യാണ്.
But however upset Clarence may have been by the financial contamination of their spiritual program. അവരുടെ ഈ ആത്മീയമായിട്ടുള്ള ഈ പറയുന്ന പദ്ധതിയിലെ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ദുഷ്പ്രവൃത്തികൾ അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സാമ്പത്തികം അവരെ മോശമാക്കുക അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പിരിച്വൽ പ്രവർത്തനം മോശമാക്കുന്നത് എന്ന് ക്ലാരൻസ് വിചാരിച്ചിരുന്നാൽ പോലും ഹിസ് വൈഫ് അവന്റെ ഭാര്യ ദൊറോത്തി വാസ് വെരി ഇൻട്രസ്റ്റഡ്. അവൾക്ക് വലിയ താല്പര്യം തോന്നി. ആൻഡ് ഡീപ്ലി കമ്മിറ്റഡ് ടു സർക്കുലേറ്റിംഗ് ദ മൾട്ടിലിത്ത് കോപ്പീസ്. അവൾ ഈ മൾട്ടിലിത്ത് കോപ്പി വളരെ ആഴത്തിൽ എല്ലാവർക്കും പ്രചരിപ്പിക്കാൻ തുടങ്ങി. വൺ ഷീ ഹാഡ് ദം ഇൻ ഹാൻഡ് ഇൻ, അവളുടെ കൈ കിട്ടിയ ഉടനെ തന്നെ ഇൻ 1954 ഇന്റർവ്യൂ ഷീ ടോൾഡ് ബിൽ, 1954 ഒരു ഇന്റർവ്യൂവിൽ അവൾ ബില്ലിനോട് പറയുന്നുണ്ട്, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, ഹൗ മെനി കോപ്പീസ് വി ഹാഡ്, എത്രമാത്രം കോപ്പികളാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്, ബട്ട് ഐ നോ, എനിക്കൊരു കാര്യം അറിയാം, that I personally had about 10 copies. എനിക്ക് 10 കോപ്പികൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ടു ബി പാസ്ഡ് അറൌണ്ട് ഫോർ പീപ്പിൾ ടു റീഡ് ആൻഡ് ക്രിട്ടിസൈസ്. ഞാനത് പലർക്കും വായിക്കാൻ കൊടുക്കുകയും വിമർശിക്കാനായിട്ടുള്ള കാര്യങ്ങൾ നിരൂപണം എഴുതാൻ പറയുകയും ചെയ്തു. Dorothy was not only aggressive about getting those copies into the hands of local doctors and ministers. ദൊറോത്തി മാത്രമല്ല ഇത്ര അഗ്രസീവായിട്ട് അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടി ആ കോപ്പികൾ പ്രാദേശിക ഡോക്ടർമാർക്കും പുരോഹിതർക്കും എത്തിച്ചത്. ഷീ ഈവൻ ട്രൈ ടു സോളിസിറ്റ് അഡ്വാൻസ് ഓർഡേഴ്സ് ഫോർ ദ ബുക്ക്. അവള് അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്ത്, ദൊറോത്തി ഇതിങ്ങനെ പ്രചരിപ്പിക്കുക മാത്രമല്ല, ഡോക്ടേഴ്സിന്റെ മിനിസ്റ്റേഴ്സിന്റെ അടുത്ത്, പുരോഹിതരുടെയും ഡോക്ടർമാരുടെ അടുത്ത് പ്രചരിപ്പിക്കുക മാത്രമല്ല, ഈ ബുക്കിന് വേണ്ടിയിട്ടുള്ള ചില അഡ്വാൻസുകൾ സോളിസിറ്റ് ചെയ്യാൻ അവൾ തുടങ്ങി. ഐ വാസ് പൗണ്ടിങ് ദ സ്ട്രീറ്റ്സ് ട്രൈങ് ടു ഷോ ഡിഫറെന്റ് ബുക്ക് സ്റ്റോഴ്സ് ദ മൾട്ടിലിത്ത് കോപ്പി. ഞാൻ എൻ്റെ തെരുവുകളിലൂടെ നടന്നു, പല ബുക്ക് സ്റ്റോറുകളിലും കയറി ഇറങ്ങി, ഈ മൾട്ടിലിത്ത് കോപ്പി കാണിച്ചു. ഐ വെന്റ് ഡൗൺ ടു ദ പബ്ലിക് ലൈബ്രറി, ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ പോയി. ഐ ട്രൈ ടു ഗെറ്റ് ഓർഡേഴ്സ്, ഞാൻ അവിടെ നിന്ന് ഓർഡറുകൾ മേടിക്കാൻ തുടങ്ങി. ഓഫ് കോഴ്സ്, തീർച്ചയായും, വി വാണ്ടഡ് ടു ഗെറ്റ് ഓർഡേഴ്സ് സോ ദാറ്റ് വി ഹാഡ് ഹൗ മണി ടു. അതെ, നമുക്ക് ഓർഡറുകൾ വേണം, നമുക്ക് പൈസ വേണം. ആൻഡ് നോ ബഡി വുഡ് ഈവൻ ലിസൺ ടു മീ, ആരും എന്നെ കേട്ടില്ല. ആൻഡ് ദേ ലുക്ക്ഡ് അറ്റ് മീ ലൈക്ക് ഐ വാസ് സാൽവേഷൻ നെൽ, അതായത് ഞാൻ ഏതോ സുവിശേഷ പ്രചാരകയായ നെല്ലിനെ പോലെയാണ് എന്നാണ്. ആൻഡ് ഐ ബിഗാൻ ടു തിങ്ക് ഐ റിയലി ഷുഡ് ഹാവ് എ ടംബോറിൻ. എനിക്ക് ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എനിക്കൊരു ടംബോറിൻ ആവശ്യമുണ്ട്. However, unsuccessful Dorothy sales efforts may have been. ഏതായാലും ഇവിടെ എന്നിരുന്നാൽ തന്നെയും ദൊറോത്തിയുടെ ഈ വിൽപ്പനകൾക്ക് അല്ലെങ്കിൽ വിൽപ്പന പരിശ്രമങ്ങൾക്ക് വലിയ അൺസക്സസ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ വിജയകരമായിരുന്നില്ല തന്നെയും. ഷീ ഡിഡ് മേക്ക് വൺ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, അവളൊരു പ്രധാനപ്പെട്ട ഒരു റോൾ എടുത്തു. ആൻഡ് കോൺസിക്വന്റ് കൺവേർട്ട് ഇൻ ക്ലേവ്ലാൻഡ്. അത് ഈ ക്ലേവ്ലാൻഡിലെ ഈ പറയുന്ന എല്ലാവരെയും കൺവേർട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. ഐ ടുക്ക് ദ മൾട്ടിലിത്ത് ടു ദ റെവറൻഡ് ദിൽവോർത്ത് ലംപ്ടൺ, അതായത് ദിൽവോർത്ത് ലംപ്ടൺ എന്ന് പറയുന്ന പുരോഹിതന്റെ അടുത്തേക്ക് വിളി മൾട്ടിലിത്ത് കോപ്പി, ഞാൻ ഈ മൾട്ടിലിത്ത് കോപ്പിക്ക് കൊണ്ടുപോയി. ഷീ സെഡ്, അവൾ പറഞ്ഞു. ആൻഡ് ഹി റീഡ്, അവളുടെ അത് വായിച്ചു. ഇറ്റ് ആൻഡ് ഹി സെഡ്, എന്നിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഹി വുഡ് ഡെഫിനറ്റ്ലി കം ടു വൺ ഓഫ് അവർ മീറ്റിംഗ്, നിങ്ങളുടെ ഒരു മീറ്റിംഗിൽ ഞാൻ തീർച്ചയായും വന്നിരിക്കും. ഹി ഡിഡ് ആൻഡ് ഹി വാസ് സോ ഇംപ്രസ്ഡ്. അവൻ അങ്ങനെ ചെയ്തു, അവന് വലിയ താല്പര്യം തോന്നി. ദിസ് വാസ് നോ സ്മോൾ അക്കംപ്ലിഷ്മെന്റ്, ഇതൊരു ചെറിയ പ്രവൃത്തിയല്ല. ദ റവറൻ ലെംപ്ടൺ വാസ് വൺ ഓഫ് ദ റിയലി ബിഗ് പ്രൊട്ടസ്റ്റന്റ് മിനിസ്റ്റേഴ്സ് ഇൻ ക്ലൈവ്ലാൻഡ്. അതായത് റവറൻ ലെംപ്ടൺ എന്ന് പറയുന്നത് ഒരു പ്രൊട്ടസ്റ്റന്റ് പുരോഹിതനാണ് ക്ലൈവ്ലാൻഡിലെ. അതുകൊണ്ട് ഇതൊരു ചെറിയ കാര്യമല്ല. ആൻഡ് ഹി ഹാഡ് ഫോർമലി ബീൻ സ്റ്റഡിംഗ്ലി ആന്റഗോണിസ്റ്റിക് ടുവാർഡ്സ് എ, അതായത് ആന്റാഗോണിസ്റ്റിക്സ് ടുവാർഡ്സ് എ, അവന്റെ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് എയെ കുറിച്ചുള്ള ഇതെല്ലാം പതുക്കെ പതുക്കെ ഉരുകി തീർന്നു. വ്യൂവിങ് ഇറ്റ് വാസ് ജസ്റ്റ് അനദർ സബ്സെറ്റ് ഓഫ് ദ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. പലപ്പോഴും അവൻ വിചാരിച്ചിരുന്നത് ബ്രാഞ്ചാണ് അല്ലെങ്കിൽ സബ്സെറ്റ് ആണ്, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മറ്റേതൊരു ബ്രാഞ്ച് പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നതൊക്കെയാണ് അവന്റെ ധാരണ ഉണ്ടായിരുന്നത്. ആന്റാഗോണിസ്റ്റ്, പിന്നെ ഇവര് ദൈവവിശ്വാസത്തെ കുറിച്ചുള്ള ധാരണയില്ലാത്ത ആളുകളാണെന്നൊരു തോന്നൽ അവനുണ്ടായിരുന്നു. അതെല്ലാം ഉരുകി തീർന്നു. ബട്ട് ഹാവിംഗ് റീഡ് ദ ബുക്ക്, പക്ഷെ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ആൻഡ് അറ്റൻഡഡ് എ മീറ്റിംഗ് ഓർ ടു, ഒന്നോ രണ്ടോ മീറ്റിങ്ങുകൾ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ലൂപ്ടൺ ചേഞ്ച്ഡ് ഹിസ് മൈൻഡ്, അവന്റെ മനസ്സ് മാറി. ആൻഡ് പബ്ലിക്ലി ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് റിവേഴ്സൽ, അതായത് പിന്നെ അവൻ പൊതുസമൂഹത്തോട് പ്രസംഗിക്കാൻ തുടങ്ങി. ബൈ പ്രീച്ചിങ് എ സെർമൺ എൻഡ് ചൈൽഡ്, അവനൊരു സുവിശേഷ പ്രചാരകനെ പോലെ
ഒരു പ്രസിദ്ധീകരണം നടത്തി, ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു. ആ ആർട്ടിക്കിളിന്റെ പേരാണ് മിസ്റ്റർ എക്സ് ആൻഡ് ആൽക്കഹോളിക്സ് അനോണിമസ്. മിസ്റ്റർ എക്സ് ആൻഡ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നതാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ തന്നെ ആദ്യത്തെ പാംലെറ്റ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ്, അത് ദിസ് ഡ്രാമാറ്റിക് പബ്ലിക്, ഇത്രയും വലിയ വിപ്ലവകരമായ ഒരു പബ്ലിക് സപ്പോർട്ട് ലേഡ് ആൻഡ് ഡയറക്ട്ലി ടു എ സീരീസ് ഓഫ് 5 ആർട്ടിക്കിൾസ് ഫേവറബിൾ ടു എ. അങ്ങനെ അത് 5 ലേഖനങ്ങളായി എ ഐക്ക് സഹായകരമായ രീതിയിൽ ലുപ്റ്റൺ എഴുതി. ദാറ്റ് റാൺ ഓൺ ദ editorial pages of the Cleveland Plainer in October and November of 1939 articles. അത് എന്തിനു വഴിവെച്ചു? വീണ്ടും ഒരു 5 സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള 5 ലേഖനങ്ങളായി എ ഐക്ക് സഹായകരമായ രീതിയിൽ ക്ലേവ്ലാൻഡിലെ പ്രസിദ്ധമായ പത്രമായ ക്ലേവ്ലാൻഡ് പ്ലെയിൻ ലീഡർ എന്ന് പറയുന്ന പത്രത്തിൽ ഒക്ടോബർ മുതൽ നവംബർ 1939 വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആർട്ടിക്കിൾസ് ദാറ്റ് വെർ ഡയറക്ട്ലി റെസ്പോൺസിബിൾ ഫോർ അതായത് ആ ആർട്ടിക്കിൾ ആണെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ് മെമ്പർഷിപ്പ് ഇൻ ക്ലേവ്ലാൻഡ് ഇൻ ലേറ്റ് 1939 ആൻഡ് ഏർലി 1940. 1939, 1940 കാലഘട്ടങ്ങളിൽ ക്ലേവ്ലാൻഡിലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗസംഖ്യയിൽ വലിയ വർധനമാണ് നേരിട്ട് ഈ ലേഖനങ്ങൾ നൽകിയത്. അനദർ ഫെയിൽഡ് അറ്റംപ്റ്റ് ടു ഗെറ്റ് ഫോർഡ് എൻഡോഴ്സ്മെന്റ്. പിന്നീട് നമുക്കുള്ള മറ്റൊരു പരാജയം സംഭവിച്ചത്, ഈ ബുക്ക് ഇറങ്ങുന്ന തൊട്ടു മുമ്പായി നമുക്ക് ഫോർഡിന്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ അവന്റെ ഒരു അംഗീകാരം അല്ലെങ്കിൽ അവന്റെ ഒരു നമ്മളോട് ഈ ബുക്കിനോടുള്ള ഒരു പിന്തുണയ്ക്കായി നമ്മളുടെ പരാജയമാണ്. വിൽസൺ ലെഫ്റ്റ് അക്രോൺ ആൻഡ് ഹെഡഡ് ഫോർ ഡെട്രോയിറ്റ് ടു മേക്ക് വൺ ഫൈനൽ അറ്റംപ്റ്റ് ടു കണക്ട് വിത്ത് ഹെൻറി ഫോർഡ്. അതായത് വിൽസൺ അക്രോണിൽ നിന്ന് പുറപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹം ഡെട്രോയിറ്റിലേക്ക് പോയി. എന്തുകൊണ്ടാണ്? ഒരു അവസാന ശ്രമം കൂടി ഹെൻറി ഫോർഡുമായിട്ട് ഒരു കണക്ഷൻ ആൻഡ് ഹോപ്പ്ഫുള്ളി കൺവിൻസ് ഹിം ടു റൈറ്റ് പ്രിഫേസ് ഫോർ ദ ബുക്ക്. അതായത് ബുക്കിന് ഒരു ആമുഖം, ഒരു അവതാരികയോ ഒക്കെ എഴുതാനായിട്ട് അദ്ദേഹത്തിനോട് പറയണം. ഫ്രാങ്ക് ആമോസ് ഹാഡ് ഗിവൺ ബിൽ എ ലെറ്റർ ഓഫ് ഇൻട്രഡക്ഷൻ. ഫ്രാങ്ക് ആമോസ് ആകട്ടെ ബില്ലിന് ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്, ഇവനെ ഹെൻറി ഫോർഡിനെ പരിചയപ്പെടുത്താൻ. അഡ്രസ്ഡ് ടു 2 അഡ്വർടൈസിംഗ് എക്സിക്യൂട്ടീവ് ഹി ന്യൂസ് അറ്റ് ഫോർഡ്. അതായത് അഡ്വർടൈസിംഗ് എക്സിക്യൂട്ടീവിന് അവനറിയാം, ഫ്രാങ്ക് ആമോസിന് അറിയാം. അതുകൊണ്ട് തന്നെ 2 ലെറ്റർ കൊടുത്തു വിടുന്നുണ്ട്. അവർക്കും ഫോർഡിനെ അറിയാം. ആസ്കിങ് ദം ടു ഗ്രാൻഡ് വിൽസൺ ഇന്റർവ്യൂ. അതായത് ബിൽ വിൽസണ് ഫോർഡുമായിട്ട് പരസ്പരം മുഖാമുഖം സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ദ 2 men, അതായത് ഇവരുടെ ഈ അഡ്വർടൈസിംഗ് എക്സിക്യൂട്ടീവിലുള്ള 2 മനുഷ്യർ, കോളിൻ ക്യാമ്പൽ ആൻഡ് ബെൻ ഡൊണാൾഡ്സൺ. അവരുടെ പേര് കോളിൻ ക്യാമ്പലും ബെൻ ഡൊണാൾഡ്സൺ. മെറ്റ് ബിൽ ഫോർ ലഞ്ച്. അങ്ങനെ ഉച്ചയൂണിന് ബില്ലുമായി കണ്ടുമുട്ടി. വേർ ഹി ടോൾഡ് ദം, അവിടെ വെച്ച് അവരോട് പറഞ്ഞു ഹിസ് ഓൺ സ്റ്റോറി, ബിൽ വിൽസന്റെ സ്വന്തം കഥ പറഞ്ഞു. ആൻഡ് ഡീറ്റെയിൽഡ് ദ ഗ്രോത്ത് ഓഫ് ദ AA ഫെലോഷിപ്പ്, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന നമ്മുടെ കൂട്ടായ്മയുടെ വളർച്ചയെക്കുറിച്ചും ഈ 2 പേരോടും ബിൽ വിൽസൺ പറഞ്ഞു. ഓവർ ദ പാസ്റ്റ് 4 years, കഴിഞ്ഞ 4 വർഷം കാലമായി നമ്മുടെ വളർച്ചയെ കുറിച്ച്. ഹി എൻഡഡ് ഹിസ് പ്രസന്റേഷൻ ബൈ ഗിവിംഗ് ദം എ മൾട്ടിലിത്ത് കോപ്പി. അവസാനത്തെ അവന്റെ ഈ പറയുന്ന അവതരണം അവസാനിപ്പിച്ചത് മൾട്ടിലിത്ത് കോപ്പി അവർക്ക് കൊടുത്തുകൊണ്ടാണ്. ടു റീഡ് ബിഫോർ ദേ കെയിം ടു ദ ഡിസിഷൻ അബൌട്ട് റിക്കമെൻഡിങ് ദ ബുക്ക് ടു ഫോർഡ്. അതായത് നിങ്ങൾ ആദ്യം ഇത് വായിച്ചു നോക്കണം, അതിനുശേഷം മാത്രമേ നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ഫോർഡിനോട് റെക്കമെൻഡ് ചെയ്താൽ മതി. ബോത്ത് മെൻ റീഡ് ദ ബുക്ക്. 2 പേരും, അതായത് കോളിൻ ക്യാമ്പലും ബെൻ ഡൊണാൾഡ്സണും, ഇവർ 2 പേരും ഈ ബുക്ക് വായിച്ചു. ബട്ട് വൺസ് അഗെയിൻ, വീണ്ടും ബിൽസ് ഹോപ്സ് ഓഫ് സെക്യൂറിങ് എ പ്രീഫേസ്, അതായത് ഒരു ആമുഖം കിട്ടുമെന്ന് തന്നെയാണ് അവൻ വിചാരിച്ചത്. ബൈ ഫോർഡ് വാർ ഡാഷ്ഡ്, അതായത് ഒരു ആമുഖം കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. കോളിൻ ക്യാമ്പൽ ഫൗണ്ട് ദ ബുക്ക് സംതിങ് ഓഫ് എ കോർ ടു റീഡ്. അതായത് കോളിൻ ക്യാമ്പൽ ഇത് വിചാരിച്ചത് ഇത് വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അൺഎന്തൂസിയാസ്റ്റിക്കലി ഇൻഫോമിങ് ഫ്രാങ്ക് ആമോസ് ദാറ്റ്, ഫ്രാങ്ക് ആമോസിനോട് അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, ബൈ റീഡിങ് ആൽക്കഹോളിക്സ് അനോണിമസ് ഓവർ ദ വീക്കെൻഡ്, ഞാൻ കഴിഞ്ഞ ആഴ്ച അവസാന വട്ടം ആൽക്കഹോളിക്സ് അനോണിമസ് വായിച്ചു. ഐ കെപ്റ്റ് മൈ പ്രോമിസ് ടു മിസ്റ്റർ വിൽസൺ, ഞാൻ എൻ്റെ ബിൽ വിൽസണുമായിട്ട് നടത്തിയിട്ടുള്ള വാഗ്ദാനം ഞാൻ പാലിച്ചു, ഞാൻ അത് വായിച്ചു. ഹി വാസ് അൺവിൽമഡ് ബൈ എ നമ്പർ ഓഫ് തിങ്സ് ഇൻ ദ ബുക്ക്. അവന് ഈ ബുക്കിലെ ചില കാര്യങ്ങൾ നോക്കി, എസ്പെഷ്യലി ദ ഫാക്ട് ദാറ്റ് ഡ്യൂറിങ് ദർ ലഞ്ച് ഹി ഹാഡ് ഫെൽറ്റ് ദ ട്രമൻഡസ് പവർ ഓഫ് ദ മെസ്സേജ്. അവന് നമ്മുടെ ഉച്ചയൂണിന്റെ സമയത്ത് ഞങ്ങളോട് അവന്റെ കഥ പറഞ്ഞപ്പോൾ അവന് നല്ലൊരു സന്ദേശമാണ്, നല്ലൊരു പവർ ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു സന്ദേശത്തിന്. ബിൽ വാസ് ഡെലിവറിങ്, അവന് ഞങ്ങൾക്ക് അത് നൽകി. ബട്ട് ഇൻ റെഡ്യൂസിങ് ദിസ് മെസ്സേജ് ടു പ്രിന്റ് ഐ ഫീൽ ദാറ്റ് മോസ്റ്റ് ഓഫ്
ദിസ് പവർ ഈസ് ലോസ്റ്റ്. അതായത് ഇങ്ങനെയുള്ള ഒരു സന്ദേശം നേരിട്ട് പറയുന്നതിന് പകരമായി ഒരു പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ അത് കിട്ടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ഹി ഡാമണ്ട് ദ റൈറ്റിംഗ് വിത്ത് ദ ഫെയിൻഡസ്റ്റ് പോസിബിൾ പ്രൈസ് കോളിംഗ് ഐ സഫിഷ്യന്റ് വർക്ക്മൻ ലൈക്ക്. അതായത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായിട്ട് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പോസിബിലിറ്റി ഉണ്ടാവുമോ ഇതിന്? ആൻഡ് ദെൻ നത്തിങ് ദാറ്റ് ഇൻ ഹിസ് ഒപ്പീനിയൻ. മറ്റൊരു കാര്യം, അവന്റെ അഭിപ്രായം എന്താണ്? ബിയോണ്ട് ദോസ് ഹൂസ് ലൈഫ്സ് വേർ ഡയറക്ട്ലി ടച്ച്ഡ് ബൈ ആൽക്കഹോളിസം. അവരുടെ ജീവിതം നേരിട്ട് മദ്യാസക്തി എന്ന് പറയുന്ന ആളുകൾ നേരിട്ട് പരസ്പരം കാണുമ്പോഴാണ് അവരുടെ ജീവിതം പരസ്പരം തൊടുന്നത്. ദിസ് ബുക്ക് വുഡ് ഹാവ് പ്രാക്ടിക്കലി നോ ഇൻട്രസ്റ്റ്. പക്ഷെ ഈ ബുക്കിലോട് അവനധികം താല്പര്യം കാണിച്ചില്ല. ഗിവൺ ദിസ് സ്കെച്ചിങ് റിവ്യൂ, ഇത്തരത്തിലുള്ള ഒരു നിരൂപണം നടത്തിയപ്പോൾ കെമ്പൽ ക്ലിയർലി ഹാഡ് നോ ഇന്റൻഷൻ ഓഫ് പാസിംഗ് ദ മാനസ്ക്രിപ്റ്റ് അലോങ് ടു ദി ലെജൻഡറി ഹെഡ് ഓഫ് ദ കമ്പനി. അതുകൊണ്ട് തന്നെ അവനൊരു താല്പര്യം കെമ്പലിന് ഒന്നും തോന്നിയില്ല ഈ പറയുന്ന ഹെഡായിട്ടുള്ള ഈ ഹെൻറി ഫോർഡിനോട് ഈ പുസ്തകം കൈമാറാനായിട്ടുള്ള ഒരു താല്പര്യം കാണിച്ചില്ല. വിത്ത് എ റെക്കമെൻഡേഷൻ ദാറ്റ് ഹി ബിക്കം ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊജക്ട്. അതായത് അവന് എന്തെങ്കിലും തരത്തിൽ ഈ പ്രോജക്റ്റിനോട് ഒരു റെക്കമെൻഡേഷൻ തോന്നിയില്ല. പ്രൊജക്ട് ബിൽ വിൽസൺ ലോങ് സ്റ്റാൻഡിങ് ബിലീഫ്. പിന്നീട് ബിൽ വിൽസന് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നത് ദാറ്റ് ഹി കുഡ് ഓൺലി ഗെറ്റ് ഫോർഡ്സ് അറ്റൻഷൻ. അതായത് അവന് ഈ ഫോർഡ്സിന്റെ ഒരു ശ്രദ്ധ കിട്ടുമെന്നുള്ളത്. ഹി വുഡ് ഷുവർലി റേസ് ഹിസ് പവർഫുൾ വോയിസ് ഇൻ സപ്പോർട്ട് ഓഫ് ദെയർ സൊല്യൂഷൻ ഫോർ ആൽക്കഹോൾ വാസ് റിസീവ്ലി ക്രഷ്ഡ്. അതായത് ഫോർഡിന്റെ നിന്ന് ഒരു ശ്രദ്ധ കിട്ടുകയും അവന്റെ ശക്തമായ ശബ്ദം നമ്മൾക്ക് പിന്തുണ നൽകുകയും തരുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും, അല്ലെങ്കിൽ ഈ സൊല്യൂഷൻ ഓഫ് ആൽക്കഹോളിസം എന്ന മദ്യാസക്തിക്ക് ഒരു പരിഹാരത്തിന് വലിയ പിന്തുണ അവന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നെങ്കിലും അവൻ വിചാരിച്ചെന്നെങ്കിലും വാസ് ഡിസിസിവ്ലി ക്രഷ്ഡ്. അതെല്ലാം തല്ലിപ്പൊളിഞ്ഞു പോയി, അല്ലെങ്കിൽ നശിച്ചു പോയി. ഗുഡ് ന്യൂസ് ഫ്രം ലൂയിസ്. അപ്പൊ ലൂയിസിൽ നിന്ന് മറ്റൊരു ന്യൂസ് കിട്ടുകയാണ്. ആ ന്യൂസ് എന്താണ്? വയൽ ഇൻ മിഷിഗണിൽ ആയിരുന്നപ്പോ there was at least one consolation for Bill when he received another loving letter from Lewis. മറ്റൊരു ലെറ്റർ, സ്നേഹമുള്ള ഒരു ലെറ്റർ ലൂയിസിൽ നിന്ന് കിട്ടുകയാണെന്ന്. ഐ ലവ് യു ആൻഡ് മിസ് യു സോ മച്ച്. ഇങ്ങനെയാണ് കത്ത് എഴുതുന്നത്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു. റീകൗണ്ടിങ് ഡീറ്റെയിൽസ് ഓഫ് വാട്ട് ഹാഡ് ബീൻ ഹാപ്പനിങ് ഇൻ ന്യൂയോർക്ക് വൈൽ ഹി വാസ് അവേ. അവൻ ന്യൂയോർക്കിൽ നിന്ന് പോയതിനു ശേഷം എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നാണ് ആ ലെറ്ററിൽ പറയുന്നത്. ബിസൈഡ്സ് എ ഫൈൻ ട്യൂസ്ഡേ നൈറ്റ് ഗ്യാങ് മീറ്റിംഗ്. അതായത് ചൊവ്വാഴ്ച രാത്രി നടക്കുന്ന അവരുടെ ഗ്യാങ് മീറ്റിംഗ് ഉണ്ട്, അതായത് ആൽക്കഹോളിസം അംഗങ്ങളുടെ മീറ്റിംഗ് കൂടാതെ ഷി ഹാഡ് റിസീവ്ഡ് റേ ഫർലോങ് സ്റ്റോറി ഫോർ ദ ബുക്ക് പബ്ലിഷ്ഡ് ആസ് അനദർ പ്രൊഡിഗൽ സൺ. അതായത് അവള് ഒരു കഥ കൂടി കിട്ടിയിട്ടുണ്ട്. ആ കഥയുടെ പേര് അനദർ പ്രൊഡിഗൽ സൺ ആണ്. അത് ആരുടെയാണ്? റേ ഫർലോങ് എന്ന് പറയുന്ന ആളുടെ കഥയാണ്. അതുകൂടി വിച്ച് ഷീ ജഡ്ജഡ് ടു ബി വെരി ഗുഡ്. അവൾ പറയുന്നത് നല്ല കഥയാണ്. ആൻഡ് നോട്ടഡ് ദാറ്റ് ദെയർ സീംഡ് ടു ബി ലോട്ട്സ് ഓഫ് ഗുഡ് റിപ്പോർട്ട്സ് ഓഫ് ദ ബുക്ക്. അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ബുക്കിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് ഇൻ ഓൾ ഡയറക്ഷൻസ് സീംസ് ടു ബി ടേക്കിംഗ് ആൻ ഇൻട്രസ്റ്റ്. അപ്പോൾ ഡോക്ടേഴ്സിന്റെ ചില നിർദ്ദേശങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. ബട്ട് പെർഹാപ്സ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, വലിയ താല്പര്യമുള്ള മറ്റൊരു കാര്യം, ലൂയിസ് റിപ്പോർട്ട്സ് ഷീ ഹാഡ് ഡെലിവേർഡ് എ ലോങ് ഡിസറേഷൻ ഓൺ മാരീഡ് ലവ് ടു ഹാങ്. പിന്നീട് ആ ലെറ്ററിൽ പറയുന്നുണ്ട് ഈ ഹാങ്കിന്റെ ഈ പറയുന്ന വൈവാഹിക ജീവിതത്തിലെ പ്രതിസന്ധികൾ. ആഡിങ് ദാറ്റ്, അതിങ്ങനെയാണ് പറയുന്നത്. വെദർ ദ ലെറ്റർ ഹാഡ് എനിത്തിങ്, അതായത് ലെറ്റർ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് ദ ഗ്രേറ്റ് ഇംപ്രൂവ്മെന്റ് ഇൻ ഹാങ് ഐ ഡോണ്ട് നോ. അതായത് ഇങ്ങനെയുള്ള കത്തുകൾ ഹാങ്കിന് എന്തെങ്കിലും അയക്കുമ്പോഴത്തേക്ക് അവന് രോഗതി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഹി സ്പെൻഡ് ലാസ്റ്റ് നൈറ്റ് ആൻഡ് ഈസ് ടു സ്പെൻഡ് 2 നൈറ്റ് ഔട്ട് ഇൻ മോൺക്ലെയർ. അവന് ഇന്നും ഇന്നലെയും രാത്രി മോൺക്ലെയറാണ് കഴിഞ്ഞുകൂടിയത്. ഹി ഈസ് ടിയർഫുൾ വിത്ത് കാതലിൻ ആൻഡ് കോൾസ് ഹർ ഡിയർ ആൻഡ് ഹണി. അതായത് അവന് കാതലിനെ വിളിച്ചത്, അവന്റെ ഭാര്യയെ കാതലിനെ വിളിച്ചത് ഡിയർ എന്നാണ്, പ്രിയപ്പെട്ടവളെ ഹണി എന്നാണ് വിളിച്ചത് എന്ന് പറയാണ്. അപ്പൊ അവര് തമ്മിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എന്നാൽ തന്നെയും കുഴപ്പമില്ല എന്നുള്ള. ദ പാർക്കേഴ്സ് വേർ ബാക്ക് ടുഗദർ അഗെയിൻ ആൻഡ് ലൂയിസ് വാസ് if nothing else happy to have one less drunk in the house to care for, feed and clean up after. അതായത് പാർക്കേഴ്സ് ഇവരുടെ അടുത്ത് വന്നു. ഇഫ് നത്തിങ് എൽസ് ഹാപ്പി ടു ഹാവ് വൺ ലെസ് ഡ്രങ്ക് ഓൺ ദ ഹൗസ് ടു കെയർ ഫോർ ഫീഡ് ആൻഡ് ക്ലീൻ അപ്പ് ആഫ്റ്റർ. അതായത്
അതിനകത്ത് പറയുന്നത് വെച്ചാല് ഇവൻ മോൺക്ലെയറിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടില് പല ആൽക്കഹോളിക്കുകളും വന്ന് താമസിക്കുന്നുണ്ട്. അപ്പൊ ഈ കാൺകുപ്രസ്റ്റ് പോയതുകൊണ്ട് ഇവക്ക് സുഖമായി. കാരണം ഒരാളെങ്കിലും കുറഞ്ഞിരിക്കുന്നു. കെയർ ഫോർ, ശ്രദ്ധിക്കാനായി, ഫീഡ്, തീറ്റ കൊടുക്കാനായി, അവന് ക്ലീനപ്പ് ആഫ്റ്റർ, അവന്റെ മെസ്സുകളെല്ലാം ക്ലീനപ്പ് ചെയ്യാനായിട്ട് ഒരാൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി അവൾ അറിയിക്കുകയാണ്. മോർ സ്റ്റോറീസ് അറൈവ്. അപ്പൊ വീണ്ടും കൂടുതൽ കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബിസൈഡ്സ് റേ ഫോർ ലോങ് സ്റ്റോറി, റേ ഫോർ അനദർ പൊളിറ്റിക്കൽ സൺ എന്ന് പറയുന്ന പറയുന്ന കഥയ്ക്ക് കൂടാതെ, നയൻ റേ ഫോർലങ്സിന്റെ കഥ കൂടാതെ 9 അതർ ന്യൂ സ്റ്റോറീസ് അറൈവ്ഡ് ത്രൂ ഔട്ട് ലേറ്റ് ഫെബ്രുവരി ആൻഡ് മാർച്ചും ഫെബ്രുവരി ആയിട്ട് വീണ്ടും കുറെ കഥകൾ കൂടി, പുതിയ കഥകൾ കൂടി, 9 പുതിയ കഥകൾ കൂടി വന്നു. ആൻഡ് ഓൾ ഓഫ് ദിസ് വെയർ ഇവൻച്വലി പബ്ലിഷ്ഡ് ഇൻ ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ദി ബുക്കിന്റെ ആദ്യത്തെ എഡിഷനിൽ അത് സ്വാഭാവികമായും പ്രസിദ്ധീകരിച്ചു. വൈൽ ദ 20 സ്റ്റോറീസ് ദാറ്റ് അപ്പിയർഡ് ഇൻ ദ ബാക്ക് ഓഫ് ദ മൾട്ടിലിത്ത് കോപ്പി വെയർ പ്രൊഡമിനന്റ്ലി ഫ്രം ഒഹായോ. അതായത് മൾട്ടിലിത്ത് കോപ്പിയുടെ പുറകിൽ അടിച്ചിരിക്കുന്ന 20 കഥകൾ എന്ന് പറയുന്നത് ഒഹായോയിൽ നിന്നാണ്. 14 VS6 ഫ്രം ന്യൂയോർക്ക്. അതായത് 14 കഥകൾ അവിടെ നിന്നും, 6 കഥകൾ ന്യൂയോർക്കിൽ നിന്നും. ദിസ് 10 ന്യൂ അറൈവൽസ്, അതായത് 10 കഥകൾ വീണ്ടും പുതിയതായി വന്നിരിക്കുന്നു. വെന്റ് മോർ ഹെവിലി ടുവാർഡ് ദ ഈസ്റ്റിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. 6 ഫ്രം ന്യൂയോർക്ക്, 6 ന്യൂയോർക്കിൽ നിന്ന്, 3 ഫ്രം ഒഹായോ, 3 ഒഹായോ, ആൻഡ് 1 സപ്പോസ് റൈറ്റ് ബൈ കാലിഫോർണിയ മെമ്പർ. ഒരു കഥ അയച്ചത് കാലിഫോർണിയയിലെ അംഗമാണ്. വൺസ് ഡെൽ ട്രയോൺസ് സ്റ്റോറി വാസ് വിത്ഡ്രോൺ. ഡെൽ ട്രയോൺസിന്റെ കഥ പിൻവലിച്ചപ്പോൾ ദാറ്റ് ലെഫ്റ്റ് എ ടോട്ടൽ ഓഫ് 29 സ്റ്റോറീസ്, 29 കഥകൾ മൊത്തത്തിലുണ്ട്. 16 ഫ്രം ഒഹായോ, 16 കഥകൾ ഒഹായോയിൽ നിന്ന്, 12 ഫ്രം ന്യൂയോർക്ക്, 12 കഥകൾ ന്യൂയോർക്കിൽ നിന്ന്, ആൻഡ് 1 ഫ്രം കാലിഫോർണിയ, ഒരെണ്ണം കാലിഫോർണിയയിൽ നിന്ന്. ദാറ്റ് അപ്പിയർഡ് ഇൻ ദ ബാക്ക് സെക്ഷൻ ഓഫ് ദ ബുക്ക് വെൻ ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ്. ഇതാണ് നമ്മുടെ ബുക്ക് ആദ്യമായി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് പബ്ലിഷൻ എയുടെ ആദ്യത്തെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യത്തെ ബുക്കിന്റെ പുറകിലുള്ള കഥകൾ ഇത്രയുമായിരുന്നു. All of this continued to appear throughout all 16 printings of the first edition, except for the California story entitled Lawn and Over. അപ്പം ഇപ്പോഴും അത് തുടർന്ന് ദിസ് കണ്ടിന്യൂ ടു അപ്പിയർ ത്രൂ ഔട്ട് ഓൾ 16 പ്രിന്റിംഗ്. 16 പ്രിന്റിംഗിലും ഫസ്റ്റ് എഡിഷന്റെ ഓൾ 16 പ്രിന്റിങ്സ് ഓഫ് ദ ഫസ്റ്റ് എഡിഷൻ, 16 പ്രിന്റിംഗ് ആണ് ഫസ്റ്റ് എഡിഷൻ ഉണ്ടായിരുന്നത്. അതങ്ങനെ തന്നെ തുടർന്നു. ഈ കഥകൾ അങ്ങനെ തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു, എക്സെപ്റ്റ് ഫോർ ദ കാലിഫോർണിയ സ്റ്റോറി ലോൺ ആൻഡ് ഓവർ. ലോൺ ആൻഡ് ഓവർ എന്ന് പറയുന്ന കാലിഫോർണിയ സ്റ്റോറി ഒഴിച്ചിട്ട്, വിച്ച് വാസ് കട്ട് ഫ്രം ദ ബുക്ക് വെൻ ദ സെക്കൻഡ് പ്രിന്റിംഗ് വെൻ ടു പ്രസ് ഇൻ 1941. 1941 വീണ്ടും പ്രസിദ്ധീകരണത്തിനായി സെക്കൻഡ് പ്രിന്റിങ്ങിന് പോയപ്പോൾ, ആദ്യത്തെ എഡിഷന്റെ രണ്ടാമത്തെ പ്രിന്റിങ്ങിന് പോയപ്പോൾ, ആൻഡ് ഫോർ ഗുഡ് റീസൺ, നല്ലൊരു കാര്യത്തിനാണ്, ജിം ബോർവെൽ പ്രൊവൈഡ് ദ ലെവലിസ്റ്റ് അക്കൗണ്ട് ഓഫ് ദി സ്റ്റോറി. അതെന്തുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്ന് ഈ കഥ ജിം ബോർവെലിന്റെ വാക്കുകളിലൂടെ നമുക്ക് ശ്രദ്ധിക്കാം. ഒരു കാര്യം, ഓഫ് ദ മൾട്ടിലിത്ത് കോപ്പീസ് created a quite an amazing incident for that got into the hands of a patient in a psychopathic hospital in California. അതായത് കാലിഫോർണിയയിലെ സൈക്കോപതിക് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു രോഗികളുടെ കയ്യിലേക്ക് ഈ മൾട്ടിലിത്ത് കോപ്പി കിട്ടിയപ്പോൾ, ബുക്കിന്റെ മൾട്ടിലിത്ത് കോപ്പിയപ്പോൾ വളരെയധികം ഒരു സുപ്രധാനമായ സംഭവം ഉണ്ടായി. ദിസ് മാൻ ഇമ്മീഡിയറ്റ്ലി കോട്ട് ഫയർ. അവന് ഈ തീ പിടിച്ചു. റിലീജിയൻ ഓൾ ഓൺ ദ ഫെൽ സൂപ്പ്. അവൻ ഓർക്കാപ്പുറത്ത് മതം കിട്ടിയ പോലെയായി. ഹി റോട്ട് ആൻഡ് ടോൾഡ് അസ് അബൌട്ട് ദ വണ്ടർഫുൾ റിലീസ്. അവൻ ഞങ്ങൾക്ക് എഴുതി, അവന് ഈ അത്ഭുതകരമായ സ്വാതന്ത്ര്യം കിട്ടിയത്. ഹി ഹാർഡ് ഫ്രം ആൽക്കഹോൾ ത്രൂ അവർ ന്യൂ ആൽക്കഹോളിക്സ് അനോണിമസ് മൾട്ടിലിത്ത്. അതായത് മൾട്ടിലിത്ത് കോപ്പി ആയിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുതിയ ഇതിൽ നിന്ന് അവന് കിട്ടിയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അവൻ എഴുതി. ഓഫ് കോഴ്സ്, തീർച്ചയായും ഓൾ ഓഫ് us ഇൻ ന്യൂയോർക്ക് ബിക്കം ഹൈലി എക്സൈറ്റഡ്. ഞങ്ങൾ ന്യൂയോർക്കിലുള്ള ആളുകൾ വളരെയധികം ഉന്മേഷഭരിതരായി. എൻ്റെ വയേഴ്സ് ബൗൺസ്ഡ് ബാക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കത്തുകൾ എഴുതാൻ തുടങ്ങി. ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ us, ഞങ്ങളുടെ ഇടയിലൂടെ, ആൻഡ് അവർ ന്യൂ കൺവേർട്ട് റിഗാർഡിംഗ് ദിസ് മിറാക്കിൾ ദാറ്റ് ഹാപ്പൻ 3000 miles away. 3000 മൈലുകൾക്കപ്പുറം ഞങ്ങളുടെ പുതിയ പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ദിസ് മാൻ റോട്ട് ദ ലാസ്റ്റ് പേഴ്സണൽ ഹിസ്റ്ററി ഇൻ ദ ബുക്ക് വൈൽ ഹി വാസ് സ്റ്റിൽ ഇൻ കാലിഫോർണിയ കോൾഡ് ദ ലോൺ ആൻഡ് ഓവർ. അപ്പൊ ലോൺ ആൻഡ് ഓവർ എന്ന് പറയുന്ന കഥയാണ് ഇദ്ദേഹത്തിന്റെ അദ്ദേഹം ഈ വ്യക്തികഥകളിലേക്ക്, അല്ലെങ്കിൽ വ്യക്തികഥകളുടെ ചരിത്രത്തിൽ അദ്ദേഹം എഴുതി ചേർത്തത്. അവർ ന്യൂയോർക്ക് ഗ്രൂപ്പ്സ് വെയർ സോ ഇംപ്രസ്ഡ്. നമ്മുടെ ന്യൂയോർക്ക് ഗ്രൂപ്പുകാര് വലിയ താല്പര്യമുള്ളവരെ ബൈ ഹിസ് റിക്കവറി, അവന്റെ ഈ മോചനത്തിൽ, ദാറ്റ് വി പാസ്ഡ് ദ ഹാർട്ട് ആൻഡ് സെൻഡ് ഫോർ ഹിം ടു കം ഈസ്റ്റ് ആസ് ആൻ എക്സാമ്പിൾ. ഞങ്ങൾ അവനോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വരിക,
ഒരു ഉദാഹരണത്തിനായി ഞങ്ങളുടെ അടുത്തേക്ക് വരിക. ദിസ് ഹി ഡിഡ്, അവൻ ഇത് ചെയ്തു. ബട്ട് വെൻ ദ ബോയ്സ് മെറ്റ് ഹിം അറ്റ് ദ ബസ് സ്റ്റേഷൻ, the delusion faded, for he arrived stone drunk, and as far as I know, never came out of it. അതായത് ഇവര് അവന് ഹാറ്റൊക്കെ അയച്ചു, ഹാറ്റ് അയക്കുക, പാസ് ദ ഹാറ്റ് എന്ന് വെച്ചാല് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കണം. ഞങ്ങൾ അപ്പൊ അത് കഴിഞ്ഞിട്ട് ആം, ആം, അപ്പൊ ഇവര് ബസ് സ്റ്റേഷനിൽ പോയിട്ട് അവനെ സ്വീകരിക്കാൻ പോയപ്പോ എന്നാ പറ്റിയത്? ഇവൻ നല്ല കുടിച്ചിട്ടിരിക്കാണ്. ഹി അറൈവ്ഡ് സ്റ്റോൺ ഡ്രങ്ക് ആൻഡ് ആസ് ഫാർ ആസ് ഐ നോ നെവർ കെയിം ഔട്ട് ഓഫ് ഇറ്റ്. പിന്നീട് അവൻ ഒരിക്കലും അതിൽ നിന്ന് തിരിച്ച് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ലോൺ ആൻഡ് ഓവർ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 2ാമത്തെ പ്രിന്റിംഗിൽ നിന്ന് അത് ഒഴിവാക്കിയത്. അപ്പൊ ഈ കഥയെല്ലാം നമ്മൾ വ്യക്തികഥകളിൽ വായിച്ചു പോയ കഥകളാണ്. അപ്പൊ അത് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. ഫോർ ഓൾ ഇറ്റ്സ് എന്റർടൈൻമെന്റ് വാല്യൂ, ഇതിനെല്ലാം വളരെയധികം വിലയുണ്ട്. ഉത്സാഹഭരിത വിലയിൽ എന്റർടൈൻമെന്റ് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്റർടൈൻമെന്റ് കിട്ടുന്ന വിലയുണ്ട്. ജിം സ്റ്റോറി മേക്സ് അറ്റ്ലീസ്റ്റ് വൺ സീരിയസ് മിസ്റ്റേക്ക്. ജിം സ്റ്റോറിയിൽ ഒരു സുപ്രധാനമായ തെറ്റ് കടന്നുകൂടി. ദ മെൻ ഫ്രം കാലിഫോർണിയ, പാറ്റ് കൂപ്പർ, ഡിഡ് നോട്ട് റൈറ്റ് ദ സ്റ്റോറി ഹിംസെൽഫ്, സെന്റ് ഓഫ് ബിഫോർ ഹിസ് ടൗൺ ആൻഡ് സ്പേഷ്യസ് അറൈവൽ. അതായത് ജിമ്മിന്റെ കഥ, അതായത് ജിം പറഞ്ഞ കഥ എന്താണ് പറയുന്നത്? അദ്ദേഹം കഥ എഴുതി അയച്ചു എന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഒരു തെറ്റുണ്ട്. യഥാർത്ഥത്തിൽ ഈ കാലിഫോർണിയയിൽ നിന്ന് പറഞ്ഞ ഈ പാറ്റ് കൂപ്പർ എന്ന് പറയുന്ന ഈ മനുഷ്യന് അവൻ കഥ എഴുതിയതല്ല, അവൻ കഥ എഴുതി അയച്ചതല്ല. അവന് ഈ പറയുന്ന ബസ് സ്റ്റേഷനിലുള്ള അശുഭകരമായിട്ടുള്ള, അല്ലെങ്കിൽ ഇൻ ഓസ്പെഷ്യസ് അറൈവൽ, അശുഭകരമായിട്ടുള്ള, അവന്റെ കുടിച്ചിട്ടാണല്ലോ വന്നത്, അതുകൊണ്ടാണ് അശുഭകരമായിട്ടുള്ള വരവില് അവൻ എഴുതിയതല്ല. ഇറ്റ് വാസ് റൂത്ത് ഹോക്സ് ഓൺലി അൺഅസിസ്റ്റഡ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ ബുക്ക്. അതായത് റൂത്ത് ഹോക്കാണ് അവന് വേണ്ടി ആ കഥ എഴുതി ബുക്കിൽ പ്രസിദ്ധീകരിച്ചത്. ന്യൂവാർക്ക് ഓഫീസ്, അതായത് ന്യൂവാർക്കിലെ ഓഫീസ് ഹാഡ് റിസീവ് എ ലെറ്റർ ഫ്രം കൂപ്പേഴ്സ് മദർ ക്ലെയിമിംഗ് ഹി ഹാഡ് മിറാക്കുലസ്ലി റിക്കവേർഡ്. അതായത് ഈ പറയുന്ന പാറ്റ് കൂപ്പറിന്റെ അമ്മ നമ്മുടെ ഓഫീസിലേക്ക് അയച്ച കത്തിൽ അവൾ പറയുന്നത് പാറ്റ് കൂപ്പർ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു ഫ്രം ഹിസ് ഡ്രിങ്കിങ് പ്രോബ്ലം, അവന്റെ കുടിപ്രശ്നത്തിൽ നിന്ന്, ബിക്കോസ് ഓഫ് ദ ബുക്ക്. അത് ഈ ബുക്കിന്റെ ഒറ്റ കാരണം കൊണ്ടാണ്. ആൻഡ് റൂത്ത് ഹോക്ക് റോട്ട് ബാക്ക് റിക്വസ്റ്റിംഗ് മോർ ഡീറ്റെയിൽസ്. അതായത് റൂത്ത് ഹോക്ക് അപ്പോൾ തന്നെ അവൾക്ക് തിരിച്ച് കത്തെഴുതി കൂടുതൽ ഡീറ്റെയിൽ ഞങ്ങൾക്ക് വേണം. അക്കോർഡിംഗ് ടു റൂത്ത്, ബിൽ തോട്ട് ഇറ്റ് വുഡ് മേക്ക് ആൻ ഇൻട്രസ്റ്റിംഗ്. അതായത് ബില്ലും വിചാരിച്ചു ഇത് വലിയ താല്പര്യമുള്ള ഒരു കാര്യം, അഡീഷൻ ടു ദി ബുക്ക്, അതായത് ബുക്കിനേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് വലിയ താല്പര്യമുണ്ട്. എസ്പെഷ്യലി ബിക്കോസ് ഇറ്റ് കൺഫേംഡ് ദാറ്റ് സമ്മൺ കുഡ് ഗെറ്റ് സോബർ റിമോട്ട്ലി. അതായത് വളരെ വിദൂരത്തിൽ നിന്ന് പോലും ഇരിക്കുന്ന, അല്ലെ ഏകനായിരിക്കുന്ന ആളുകൾ പോലും ബുക്കുകൾ വായിച്ചിട്ട് സുബോധാവസ്ഥയിലേക്ക് എത്തുന്നു, വിത്ത് നത്തിങ് മോർ ദാൻ ദ ബുക്ക് ടു റിലേ ഓൺ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദാഹരണം മാത്രം മതി ബുക്കിനെ എന്തുകൊണ്ട് നമ്മൾ ആശ്രയിക്കണമെന്ന് വ്യക്തമാക്കാൻ. വൺസ് ഷീ ഹാഡ് ഓൾ ദ റിലവന്റ് ഡീറ്റെയിൽസ്, അപ്പോൾ അവന്റെ പാറ്റ് കൂപ്പറിന്റെ അമ്മ അയച്ചു കൊടുത്ത എല്ലാവിധ ഡീറ്റെയിൽസും കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ റൂത്ത് റോട്ട് ദ സ്റ്റോറി ഹെർസെൽഫ് വിത്തൗട്ട് എനി ഫർദർ കൺസൾട്ടേഷൻ. മറ്റൊരു ആലോചന കൂടാതെ ഉടൻ തന്നെ റൂത്ത് കോക്ക് കഥ എഴുതി വിത്ത് ദി കൂപ്പേഴ്സിന് വേണ്ടിയിട്ട്. ബട്ട് ഗിവൺ ദ ഡിസ്ട്രസ് ഔട്ട്കം സോ കളർഫുള്ളി റിലേറ്റഡ് ബൈ ജിമ്മിനോട് ചേർന്ന് നിൽക്കുന്ന, ജിം പറയുന്നത് പോലെയുള്ള വലിയ മോശപ്പെട്ട ഒരു കാര്യമാണ് പിന്നീട് സംഭവിച്ചത്. ഷി അഡ്മിറ്റഡ് ദാറ്റ് ദ നെക്സ്റ്റ് ടൈം ദ ബുക്ക് വാസ് റീറിട്ടൺ ദാറ്റ് വാസ് ലെഫ്റ്റ് ഔട്ട്, ഇറ്റ് വാസ് വെരി വെൽ ലെഫ്റ്റ് ഔട്ട്. പിന്നീട് റൂത്ത് ഹോക്ക് പിന്നീട് പറയുന്നുണ്ട്, ഈ ബുക്ക് അടുത്ത പ്രാവശ്യം പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ കഥ അവിടെ ഉണ്ടാകില്ല, ആ കഥ പിന്നീട് ഉണ്ടായില്ല. കാരണം പാറ്റ് കൂപ്പറിന് പിന്നീട് ഒരിക്കലും ജീവിതത്തിലേക്ക് മദ്യപിക്കാതെ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അതിനകത്തൊരു ഫുട് നോട്ട് കൂടിയുണ്ട്. സമ്മൺ ലെറ്റർ റോട്ട്, ചിലരുടെ ഒരു ലേറ്റർ റോട്ട് അവരെഴുതി ഇൻ അക്രോണിൽ ഓൺ ദ ആർക്കീവ്ഡ് ഒറിജിനൽ ഓഫ് ദിസ് ലെറ്റർ. അതായത് ഈ ലെറ്ററിന്റെ ചരിത്രപരമായ ഒരു ഒറിജിനാലിറ്റി. ബട്ട് ദ ഡേറ്റ് ഓഫ് ദ ലാക്ക് ഓഫ് ദ യൂഷ്വൽ ക്ലോസിംഗ് റിമൈൻഡർ ടു ഗീവ് മൈ ലവ് ടു ആനി ആൻഡ് ബോബ് ആൻഡ് ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഗ്യാങ്. അതായത് ഈ പറയുന്ന ലൂയിസിന്റെ കത്തിലാണ്, അതായത് എന്നെ ആനിയെയും ബോബിനെയും എന്റെ സ്നേഹം അറിയിക്കണം, മറ്റ് ഗ്യാങ്ങുകളെയും എന്റെ സ്നേഹം അറിയിക്കണം. ഈ കത്ത് March 2, 1939, ലെറ്റർ ടു ബിൽ പ്രീവിയസ്ലി കോട്ടഡ് ഇൻ ദ ചാപ്റ്റർ ആൻഡ് അതർ ലെറ്റേഴ്സ് സെന്റ് ടു അക്രോൺ ഓവർ ദി ഇയർ. അപ്പൊ ആ വർഷങ്ങളിൽ മുഴുവൻ ഈ പറയുന്ന കത്തിന്റെ March 2, 1939 ലൂയിസ് എഴുതിയ കത്തിന്റെയും മറ്റു കോപ്പികളും ഒക്കെ അക്രോണിലേക്ക് എഴുതിയത് അവൈലബിൾ ആണ്.
confirms that this letter was sent to Bill in Detroit rather than while he was in Akron. അപ്പോൾ അത് ഉറപ്പാക്കുന്നത് ഡിട്രോയിറ്റിലേക്ക് പോയതിനു ശേഷമാണ് അവിടെ ആ കത്തുകൾ എത്തിയെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അടുത്ത ഭാഗം ഹാങ് ആൻഡ് ബിൽ മെറ്റ് ദ കോൺവാൾ പ്രസ് ആൻഡ് റീഡേഴ്സ് ഡൈജസ്റ്റ്. അതായത് ഹാങ്കും അതായത് കൂടുതൽ കഥകൾ വന്നു കഴിഞ്ഞു. നമ്മുടെ ഹെൻറി ഫോർഡിന് പിന്തുണ എല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ ഇനിയിപ്പോ അവർക്ക് മറ്റൊരു പിന്തുണ കിട്ടാൻ വേണ്ടി അവര് കോൺവെൽ പ്രസിലേക്കും റീഡേഴ്സ് ഡൈജസ്റ്റിലേക്കും പോവുകയാണ്. ആഫ്റ്റർ ഹിസ് ഫെയിൽഡ് ട്രിപ്പ് ടു ഡിട്രോയിറ്റിലേക്ക് അവന്റെ യാത്രയുടെ പരാജയത്തിന് ശേഷം 2 important things demands ബിൽസ് അറ്റൻഷൻ. 2 പ്രധാനപ്പെട്ട ഒരു കാര്യം ബില്ലിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വൺസ് ഹി വാസ് ബാക്ക് ഇൻ ന്യൂയോർക്ക് സിറ്റി, അതായത് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായി ഹാങ് ഹാഡ് മേഡ് ആൻ അപ്പോയിന്റ്മെന്റ് ഫോർ ദം ടു മീറ്റ് വിത്ത് എഡ്വാർഡ് ബ്ലാക്ക്വെൽ. അതായത് എഡ്വാർഡ് ബ്ലാക്ക്വെല്ലിനുമായിട്ട് കണ്ടുമുട്ടാനായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ഹാങ് ഒരുക്കി. ദ പ്രസിഡന്റ് ഓഫ് കോൺവാൾ പ്രസ്, അതാകമായിട്ട് കോൺവാൾ പ്രസിന്റെ പ്രസിഡന്റ് ആണ്. അറ്റ് ഹിസ് കോർപ്പറേറ്റ് ഓഫീസ് ഓൺ വെസ്റ്റ് 26th സ്ട്രീറ്റ് ഇൻ മാൻഹട്ടൻ എന്ന് പറയുന്ന അമേരിക്കയിലെ സ്ഥലത്തെ 26th സ്ട്രീറ്റ് തെക്ക് വശത്ത് വെസ്റ്റിലാണ് ഇവന്റെ ഈ ഓഫീസ്. അവിടെ ഒരു മീറ്റിംഗ് അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ്. ദേ നീഡഡ് ടു ഫൈനലൈസ് ദ അറേഞ്ച്മെന്റ്സ് ഫോർ പ്രിന്റിംഗ് ദ ബുക്ക്. അവർക്ക് ഒരു കാര്യം ഫൈനലൈസ് ചെയ്യേണ്ടതുണ്ട്. പ്രിന്റിങ്ങിന്, അതായത് ബുക്കിന്റെ പ്രിന്റിങ്ങിന്റെ കാര്യങ്ങൾ അറേഞ്ച്മെന്റ്സ് ചെയ്യേണ്ടതുണ്ട്. ഹാങ് ആൻഡ് ബിൽ ഹാഡ് മെറ്റ് വിത്ത് ബ്ലാക്ക്വെൽ. അങ്ങനെ ഹാങ്കും ബില്ലും കൂടി ഈ ബ്ലാക്ക്വെല്ലിനെ കണ്ടുമുട്ടുകയാണ്. മന്ത്സ് ബിഫോർ, ഇതിനു മുമ്പും അവർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവർ കണ്ടുമുട്ടിയിട്ടുണ്ട്. മോസ്റ്റ് ലൈക്ലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് റിച്ചാർഡ് ജെ വാൾഷ്, ദ ഓണർ ഓഫ് ദ ജോൺ ഡേ പബ്ലിഷിംഗ് കമ്പനി. അതായത് ജോൺ ഡേ പബ്ലിഷിംഗ് കമ്പനിയുടെ ഉടമയായ റിച്ചാർഡ് ജെ വാൾഷിന്റെ റെക്കമെൻഡേഷനിൽ, അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടിയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ബ്ലാക്ക്വെല്ലിനെ ഇവർ കണ്ടുമുട്ടിയത്. വെൻ ദ പ്രിന്റർ ഹാഡ് അഡ്വൈസ്ഡ് ദം ഹൗ മച്ച് ഇറ്റ് വുഡ് കോസ്റ്റ് ഫോർ കോൺവാൾ ടു പ്രൊഡ്യൂസ് ദിയർ ബുക്ക്. അതായത് എത്രമാത്രം പണമാണ് കോൺവാൾ പ്രസ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആവുന്നതെന്ന് ചോദിച്ചു. നൗ, ഇപ്പോൾ, വിത്ത് എ മച്ച് മോർ ആക്യുറേറ്റ് ഐഡിയ ഓഫ് ദ ലെങ്ത് ഓഫ് ദ ടെക്സ്റ്റ്. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു സൂചനയുണ്ട് എത്രമാത്രം വലുതായിരിക്കും നമ്മുടെ പുസ്തകം, അല്ലെങ്കിൽ നീളം ഉണ്ടാവും നമ്മുടെ പുസ്തകത്തിന്. ദേ സാറ്റ് ഡൗൺ വിത്ത് ബ്ലാക്ക്വെൽ ടു അയൺ ഔട്ട് ഓൾ ദ ഡീറ്റെയിൽസ് ഫോർ ദ പ്രിന്റിംഗ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രസിദ്ധീകരണത്തിനായിട്ടുള്ള കൃത്യമായ വിവരണങ്ങളുമായി ഇപ്പോൾ അവിടെ അവരിയ്ക്കുകയാണ്. ദർ ആർ നോ കണ്ടംപററി റെക്കോർഡ്സ് മെൻഷനിങ് ഇൻ ദിസ് മീറ്റിംഗ്. അപ്പോൾ ഇത്തരം ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ നമുക്കില്ല. ബട്ട് ബിൽ സപ്ലൈഡ് എ നമ്പർ ഓഫ് കളർഫുൾ ഡീറ്റെയിൽസ് ഇൻ ദ ആൽക്കഹോളിക്സ് ആൻഡ് കംസ് ഓഫ് ഏജ് അക്കൗണ്ട്. ആൽക്കഹോളിക്സ് ആൻഡ് കംസ് ഓഫ് ഏജിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വളരെ വർണ്ണാഭമായിട്ടുള്ള വിശദീകരണം അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഹെൻറി, അതിനകത്ത് നിന്നുള്ള ഭാഗം വായിക്കാം. ഹെൻറി ആൻഡ് ഐ വെന്റ് ടു ന്യൂയോർക്ക്. ഹെൻറിയും ഞാനും കൂടി ന്യൂയോർക്കിലേക്ക് പോയി. ആൻഡ് സൂൺ ഫൗണ്ട് അവർസെൽസ് ഫേസ് ടു ഫേസ് വിത്ത് എഡ്വാർഡ് ബ്ലാക്ക്വെൽ. മുഖാഭിമുഖം എഡ്വാർഡ് ബ്ലാക്ക്വെല്ലിനെ കണ്ടു. പ്രസിഡന്റ് ഓഫ് ദ കോൺവാൾ പ്രസ്, അദ്ദേഹം പ്രസിഡന്റാണ് കോൺവാൾ പ്രസിന്റെ. ഇൻ ഹൈ സ്പിരിറ്റ്സ്, വളരെയധികം ഹൈ സ്പിരിറ്റ് ഉള്ള ഒരാൾ. വി സോൾഡ് ഹിം, വി വെയർ റെഡി ടു ഗോ. told him we were ready to go. ഞങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരണത്തിനായി പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു. മിസ്റ്റർ ബ്ലാക്ക്വെൽ വാണ്ടഡ് ടു നോ ഹൗ മെനി കോപ്പീസ് വി വേർഷഡ്. എത്രമാത്രം കോപ്പികളാണ് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കേണ്ടതെന്ന് മാത്രമേ ബ്ലാക്ക്വെല്ല് അറിയേണ്ടതുള്ളൂ. വിത്ത് ദ പ്രോമിസ്ഡ് ഡൈജസ്റ്റ് ആർട്ടിക്കിൾ ഇൻ മൈൻഡ്. റീഡേഴ്സ് ഡൈജസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് ഞങ്ങളുടെ മനസ്സിലുള്ളത് കൊണ്ട് വി വെയർ സ്റ്റിൽ തിങ്കിങ് ഓഫ് കാർ ലോഡ്സ്, ധാരാളം കാർ ലോഡുകൾ, ഒരുപാട് ലോഡ് പുസ്തകം വേണ്ടി വരുമെന്ന് ഞങ്ങൾ ഇപ്പോഴും ചിന്തിച്ചു. ദോ ഡൗട്ട്ലെസ് ഇംപ്രസ്ഡ്. അതായത് അതുകൊണ്ട് തന്നെ ഒരു സംശയം കൂടാതെ അവനോട് പറഞ്ഞു. മിസ്റ്റർ ബ്ലാക്ക്വെൽ സജസ്റ്റഡ് 5000 കോപ്പീസ് ഫോർ ദ ഫസ്റ്റ് പ്രിന്റിംഗ്. 5000 കോപ്പികൾ നമുക്ക് ആദ്യം പ്രിന്റ് ചെയ്യാം. ദെൻ ഹി ആസ്ക്ഡ് ദാറ്റ് ഫിനാൻഷ്യൽ ടേംസ് വി വർ ഏബിൾ ടു മേക്ക്. പിന്നീട് അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ടേം ചെയ്യാം. വി കോഷ്യസ്ലി, വളരെ ശ്രദ്ധാപൂർവം, ലെറ്റ് ഇറ്റ് ബി നോൺ ദാറ്റ് അവർ ക്യാഷ് വാസ് ടെമ്പററിലി ലോ. ഞങ്ങളുടെ ലെറ്റ് ഇറ്റ് ബി നോൺ ദാറ്റ്, അവനെ അറിയിച്ചു ഞങ്ങളുടെ പണത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. പോയിന്റിങ് ഔട്ട് വാട്ട് ദ റീഡേഴ്സ് ഡൈജസ്റ്റ് ആർട്ടിക്കിൾ വുഡ് ഡു ഫോർ അസ്. അതായത് റീഡേഴ്സ് ഡൈജസ്റ്റിൽ ലേഖനം വന്നു കഴിയുമ്പോൾ ഇതിൽ കൂടുതൽ പണം നമ്മുടെ കയ്യിലേക്ക് ഉണ്ടാവും. ഹെൻറി മെൻഷൻഡ് എ ഫിഗർ ഓഫ്, ഹെൻറി പിന്നീട് പറഞ്ഞു ഒരു $500 ഫോർ അവർ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഓൺ ദ 5000 ബുക്ക്. 5000 ബുക്കിനായി നിങ്ങൾ ഒരു $500 ഡെപ്പോസിറ്റ് ചെയ്യണം. മിസ്റ്റർ ബ്ലാക്ക്വെൽ വാസ് സ്റ്റാർട്ടിൽഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്.
വാട്ട് അബൌട്ട് ദ റോക്ക്ഫെല്ലർ കണക്ഷൻ ഹി ആസ്ക്ഡ്. എന്താണ് നിങ്ങൾക്ക് ഈ റോക്ക്ഫെല്ലർ ഫണ്ടുമായിട്ടുള്ള ബന്ധം? വി റിപ്ലൈഡ് ദാറ്റ് വി ഹാഡ് ബെറ്റർ ഹോൾഡ് ദാറ്റ് ഇൻ റിസർവ്. ഞങ്ങൾ വിചാരിച്ചു അത് ഇവരോട് പറയാതെ റിസർവ് ചെയ്ത് സൂക്ഷിക്കാം. ദാറ്റ് വി വെർ ട്രൈങ് ടു മാനേജിങ് ദീസ് തിങ്സ് ഓൺ അവർ ഓൺ ഇഫ് വി കുഡ്. അതായത് നമ്മൾക്ക് കഴിയുമെങ്കിൽ നമ്മൾ തന്നെയാണല്ലോ ഇത് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അത് റിസർവ് ചെയ്യാം. അതായത് റോക്ക്ഫെല്ലറുടെ കാര്യങ്ങളൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. മിസ്റ്റർ ബ്ലാക്ക്വെൽ പിന്നീട് ചോദിച്ചു, ഹാവിംഗ് ഓൾറെഡി കോട്ട് ദ എ സ്പിരിറ്റ് സെഡ് വിത്ത് എ ട്വിങ്കിൾ ഇൻ ഹിസ് ഹൈ. അതായത് അവന്റെ കണ്ണുകളിലൂടെ ആൽക്കോളിസ് അനോണമസിന്റെ ആത്മീയത ഞങ്ങൾ കണ്ടു. വെൽ, ഐ ഗസ് ദാറ്റ് വിൽ ഡു. ഞാൻ അത് ചെയ്യാം. ഐ ഗ്ലാഡ് ടു ഗിവ് യു എ ഹാൻഡ്. എനിക്ക് നിങ്ങൾക്ക് ഒരു കൈ തരാൻ കഴിയും. സോ ദ പ്രസസ് വെയർ സെറ്റ് ടു റോൾ. അതുകൊണ്ട് തന്നെ പ്രസ് അല്ലെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പ്രസ് ഇതോടുകൂടി കറങ്ങുന്നതിനായി, അല്ലെങ്കിൽ പ്രസ് കറങ്ങുന്നതിനായി റെഡിയായി, പ്രസിദ്ധീകരിക്കാനായി റെഡിയായി. ടിപ്പിക്കൽ ഓഫ് ബില്ലിന്റെ ഇത്തരം ബിൽ, ദിസ് ഇസ് ഷുവർലി എ സാനിറ്റൈസ്ഡ് വെർഷൻ ഓഫ് വാട്ട് ആക്ച്വലി ഹാപ്പൻ. ഒരു പക്ഷേ സാധാരണ ബില്ല് പറയുന്നത് പോലെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സാനിറ്റൈസ്ഡ്, അതായത് എല്ലാം സാനിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരിക്കാം യഥാർത്ഥത്തിൽ സംഭവിച്ചതിനേക്കാൾ വ്യത്യസ്തമായിട്ടായിരിക്കും ബില്ല് പറഞ്ഞിട്ടുള്ളത്. In addition of how unlikely it would be to have such as easy and painless negotiation contrary facts arise elsewhere. അതായത് വളരെ എളുപ്പത്തിൽ ഈ ഇത്തരം ഒരു നെഗോഷിയേഷൻ, ഇങ്ങനെ ഒരു ഇത് ചെയ്യാനായിട്ട് അവരെങ്ങനെ തയ്യാറായി, അതിന് ഉപോത്ഭകമായിട്ടുള്ള തെളിവുകളൊന്നും നമുക്കില്ല. നമുക്കൊരു ഫോർ ഇൻസ്റ്റൻസ് എന്നിരുന്നാൽ തന്നെയും ഇൻ വൺ ഓഫ് ഹിസ് ഏർലിയർ വേർഷൻ ഓഫ് ഹിസ് സ്റ്റോറി, അവന്റെ കഥയിലെ മറ്റൊരു ആദ്യകാലത്തെ വേർഷൻ ഇങ്ങനെയായിരുന്നു. ബിൽ സേസ് ഹാങ്, ഹാങ്ങിനോട് പറഞ്ഞു, വാസ് ദ വൺ ഹൂ മേഡ് ദ സജഷൻ ഫോർ ആൻ ഇനിഷ്യൽ പ്രസ് റൺ ഓഫ് 5,000 കോപ്പീസ്. അതായത് ആദ്യം ഒരു 5,000 കോപ്പികളെങ്കിലും വേണമെന്ന് ഇവനോട് പറഞ്ഞ ഹാങ്കിനോട് ഇങ്ങനെ. ആൻഡ് ഹി ഓൾസോ നോട്ട് ദാറ്റ് ദേ ഹാഡ് ലീനഡ് റാദർ ഹെവിലി ഓൺ അവർ കണക്ഷൻ വിത്ത് മിസ്റ്റർ റോക്ക്ഫെല്ലറുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് ഒരുപാട് ലീൻ ചെയ്തു, അല്ലെങ്കിൽ ചെരിഞ്ഞു നിന്നു. ഇൻ ഓർഡർ ടു കൺവിൻസ് എഡ്വാർഡ് ബാക്ക്വെൽ ദാറ്റ് ദ സ്മോൾ $500 ഡൗൺ, അതായത് $500 ഇത് കിട്ടാൻ പേയ്മെന്റ് ഷുഡ് ബി പെർഫെക്റ്റ്ലി അക്സെപ്റ്റബിൾ ഗിവൺ ദർ ക്ലോസ് കണക്ഷൻ ടു ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ കൺട്രി. ഏതായാലും ആ $500 ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. കാരണം നമ്മുടെ ഒരു രാജ്യത്ത് തന്നെ, അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ധനികനുമായിട്ടുള്ള നമ്മുടെ ബന്ധം അവിടെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് പണമില്ല, അപ്പൊ അവർ പണം കൂടുതൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റോക്ക്ഫെല്ലറിന്റെ കണക്ഷൻ അവർ മറച്ചു വെക്കപ്പെട്ടത്. ആൻഡ് വൈൽ $500 ഈസ് എ ലവ്ലി റൗണ്ട് നമ്പർ, അതൊരു സ്നേഹപൂർണമായിട്ടുള്ള ഒരു റൗണ്ട് നമ്പറാണ്. ടു ഈസ് എ പ്രോബ്ലം, അതും ഒരു പ്രശ്നമാണ്. ഫോർ ഇൻസ്റ്റൻസ്, വിൽസൺ എൽസ്വെയർ ക്ലെയിംഡ് ദേ ടോൾഡ് ബ്ലാക്ക്വെൽ ദാറ്റ് കറന്റ്ലി ദ ബാങ്ക് അക്കൗണ്ട് ഈസ് എ ലിറ്റിൽ ലോ ബട്ട് വി കുഡ് പുട്ട് $200 ഡൗൺ ഫോർ ദ പ്രിന്റിംഗ്. അതായത് പിന്നീട് വിൽസൺ പറയുന്നത്, ഇപ്പൊ ഞങ്ങളുടെ അക്കൗണ്ടിൽ $200 ഉണ്ട്, അത് ഞങ്ങൾ ഇടാം. ബട്ട് ദ മോസ്റ്റ് ബിലീവബിൾ എന്ന വിശ്വസനീയമായ കാര്യം എന്ന് വെച്ചാൽ, നോട്ട് എക്സാക്ട്ലി കൃത്യമായ വ്യക്തതയില്ലെങ്കിലും, എവിഡൻസ് റിഗാർഡിംഗ് ദ എമൗണ്ട് ഓഫ് ദ ഡൗൺ പേയ്മെന്റ് കംസ് ഫ്രം ദ കോൺവെൽത്ത് പ്രസ് ഇൻവോയ്സ് ഇഷ്യൂഡ് ഓൺ April 10. അതായത് April 10, 1939 ഈ പറഞ്ഞ കോൺവെൽത്ത് പ്രസിന്റെ ഇൻവോയ്സ് പരിശോധിക്കുമ്പോൾ ദ ബുക്ക് വാസ് പബ്ലിഷ്. അതായത് April 10 നമ്മൾ 1939 നമ്മുടെ ബുക്ക് പ്രസിദ്ധീകരിച്ചത്. അതിന്റെ ഒരു ഇൻവോയ്സ് നമ്മൾ പരിശോധിച്ചപ്പോൾ അതിനൊരു തെളിവ് കിട്ടി. It says that Blackwell received a check for $794.60 on March 27. അതായത് March 27 $794.66 ഒരു ചെക്ക് ബ്ലാക്ക്വെല്ലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആസ് പേയ്മെന്റ് ഓൺ അക്കൗണ്ട്, അതൊരു പേയ്മെന്റ് ഓൺ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഓൺലി സച്ച് പേയ്മെന്റ് റെക്കോർഡ് ബൈ ദ പ്രിന്റർ ബിഫോർ ദ പബ്ലിക്കേഷൻ ഡേറ്റഡ്. ഇത് ഒരു ഇൻവോയ്സ് മാത്രമേ, പേയ്മെന്റ് മാത്രമേ ഈ പ്രിന്ററും ഈ പറയുന്ന നമ്മളും തമ്മിൽ ഈ പബ്ലിക്കേഷൻ ഡേറ്റിന് മുമ്പ് കണ്ടിട്ടുള്ളൂ. ഓൺ ദ ഒറിജിനൽ ആർക്കീവ്ഡ് കോപ്പി ഓഫ് ദാറ്റ് ഇൻവോയ്സ്, അതായത് ഇതിന്റെ ഒറിജിനൽ കോപ്പി നമ്മുടെ ചരിത്ര പുസ്തകത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തുണ്ട്. ദി സെയിം നമ്പർ ഹാസ് ബീൻ പെൻസിൽഡ് ഇൻ ദ മാർജിൻസ് ഓപ്പോസിറ്റ് 311.85 ചാർജ് ഫോർ 7 പ്ലേറ്റ് ബോക്സസ്. അതായത് 311.85 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൻസിൽ മാർജിനിൽ ഒരു പെൻസിൽ കൊണ്ട് എഴുതിയിട്ടുണ്ട്. 7 പ്ലേറ്റ് ബോക്സസ്, 7 പ്ലേറ്റ് ബോക്സസ്, 1.25 നോട്ട് ഓൺ EST.
അങ്ങനെ 1.25 എന്ന് പറഞ്ഞുകൊണ്ട് നോട്ട് അതിനകത്ത് കാണുന്നുണ്ട്. ആസ് ഇഫ് ടു ഇംപ്ലൈ ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ദിസ് പ്ലേറ്റ്സ് വാസ് സംഹോ കവേർഡ് ബൈ എ പോർഷൻ ഓഫ് ദാറ്റ് ചെക്ക്. അപ്പൊ ഇതിന് വ്യക്തമാക്കുന്നത് 7 പ്ലേറ്റിന്റെ ബോക്സിന് $1.25 എന്ന് പറഞ്ഞാൽ $311.85 കൊടുത്തതുകൊണ്ട് ആ പ്ലേറ്റിന്റെ പൈസ ഏകദേശം കവർ ആയിട്ടുണ്ട്. ആൻഡ് 500 ഡു നോട്ട് ഈക്വൽ 794.66. അപ്പൊ $500 അദ്ദേഹം ആവശ്യപ്പെട്ടതെന്ന് പറയുമ്പോൾ അതൊരിക്കലും 794.66 ഇൻവോയ്സിന് തുല്യമാകുന്നില്ല. സോ ദ റീസൺ ഫോർ ദ സ്ട്രേഞ്ച്, എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്തത ഇവിടെ അനുഭവപ്പെടുന്നത്? അൺഈവൻ എമൗണ്ട് റിമെയിൻസ് എ മിസ്റ്ററി. അപ്പൊ ഈ പിന്നീട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന തുകകൾ എത്ര കൊടുത്തു എന്നുള്ളത് ഊഹിക്കാൻ കഴിയുന്നില്ല. പെർഹാപ്സ് ഇറ്റ് വാസ് ജസ്റ്റ് every last penny Hank Purse had at that moment in his work publishing checking account. അപ്പൊ എനിക്ക് തോന്നുന്നത് വർക്സ് പബ്ലിഷിംഗ് കമ്പനിയുടെ ചെക്കിംഗ് അക്കൗണ്ടിലുള്ള അവസാന തുള്ളിപ്പണവും ഇതിലേക്ക് പോയി എന്നുള്ളതാണ്. ആൻഡ് ബ്ലാക്ക്വെൽ അക്സെപ്റ്റഡ് ദാറ്റ് എമൗണ്ട് വാസ് എ ഗുഡ് ഫെയ്ത്ത് ഗസ്റ്റഡ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി ബ്ലാക്ക്വെല്ല് അവരുടെ ആ പണം സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ആദ്യം അവർ $500 കൊടുക്കുക എന്ന് പറയുന്ന പല വെർഷനുകളും കാണുന്നുണ്ട്. പക്ഷെ ഇൻവോയ്സ് കാണുന്നത് 794.66. ഇത് മാർച്ച് 27 അദ്ദേഹം സ്വീകരിച്ചുവെന്നും പിന്നീട് പെൻസിലിന് മാർജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 311.85 7 പ്ലേറ്റിനായി 1.25 വരുന്ന 7 പ്ലേറ്റുകൾക്കായി സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എത്ര പണമാണ് അവിടെ കൊടുത്തതെന്ന് ഇവിടെ നമുക്ക് തെളിവുകൾ സഹിതം പറയാൻ കഴിയില്ല. നമുക്ക് ഊഹിക്കാവുന്ന അല്ലെങ്കിൽ അവരുടെ ഇൻവോയ്സ് പ്രകാരം $794.66 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. മീറ്റിംഗിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. ഡിസപ്പോയിന്റിംഗ് മീറ്റിംഗ് വിത്ത് റീഡേഴ്സ് ഡൈജസ്റ്റ്. അടുത്ത റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ കഥയാണ് പറയാനുള്ളത്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.